വെരി ഗുഡ്. ഡാഡി ബൈ ബൈ. ഇന്ന് ഗോവിന്ദപിള്ളക്ക് ശകാരമൊന്നും കിട്ടിയില്ല അല്ലേ? കുഞ്ഞൊന്ന് ചിരിച്ചു കാണിക്കൂടെ ചെയ്തേ. സന്തോഷം. അനുമോള് ചിലപ്പോ ആൺകുട്ടിയെ പോലെയാ. ഒന്നല്ലേ ഉള്ളൂ, രണ്ടു ഗുണം ഇരിക്കട്ടെ. ഉത്തരവ്. മതി മതി. ആ ഇനി വണ്ടി വിട്ട് പോണം. എന്ത് മര്യാദയാണിത്? ഇത് പ്രൈവറ്റ് വാഹനമല്ലേ? പ്രൈവറ്റ് ബസ്സുകാർ നോട്ടീസ് ഇല്ലാതെ പണിമുടക്കിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് കോളേജിൽ പോണ്ടേ? അവരെ നിങ്ങൾ തല്ലിയിട്ടല്ലേ അവര് പണിമുടക്കിയത്? ഞങ്ങളെ തല്ലിയ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? തൊഴണോ? ഒന്ന് മിണ്ടാതെ വണ്ടി വിട്ട് പോടോ. അവന്റെ ഒരു ജാറ കണ്ടില്ലേ? ആ വരെ, നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അതിലാരെങ്കിലും കഴിക്കാൻ നോക്കാം. ആ പെണ്ണുങ്ങൾ വാ, ഒന്ന് മാറി നിൽക്കണം മിസ്റ്റർ. കേറിക്കോളൂ, കേറിക്കോ. ആ ഇനി വണ്ടി വിട്ട് പോണം. എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകാൻ പറയൂ. എവിടെ പോകാനാ? ഞാൻ ഈ കാറിന്റെ ഉടമസ്ഥന്. ഛേ, നാശമായല്ലോ. ആ നിങ്ങൾ രണ്ടുപേരും ഇറങ്ങിക്കേ പ്ലീസ്. ആ കയറി പോയട്ടെ, വിട്ടു പോണം. എടാ, അന്റെ അകത്തേക്ക് കാർ വരുന്നുണ്ട്. അതിനെന്താ? തടഞ്ഞു നിർത്തി അതിലും ആളെ കയറ്റണം. അളിയാ, അവള് റിട്ടയർഡ് ചെയ്ത മകളാ. ഏത് തമ്പുരാന്റെ മകളായാലെന്താ? അവള് നമ്മളോടല്ലേ പഠിക്കുന്നത്? എന്താ? പ്രൈവറ്റ് ബസ്സുകാർ പണിമുടക്കി. കുറച്ചുപേരെ കാറിലൊന്ന് കൊണ്ടുപോകണം. അതിനിത് ടാക്സി കാറൊന്നുമല്ല, റോഡിൽ നിന്ന് മാറി നിൽക്കണം. ഓഹോ, കമോൺ ഗേൾസ്. ചുമ്മാ പോയി കേറുവങ്ങളെ, അവൾ എന്ത് ചെയ്യുമെന്ന് അറിയാമല്ലോ. കണ്ണാണല്ലേ കാറിന്റെ കീ. ആ അടുത്ത ബാച്ച് റെഡി ആയിരുന്നോ? ഇവരെ വിട്ടിട്ട് പോരാ. തമ്പി അദ്ദേഹത്തിന്റെ മോളല്ലേ? അതെ, എന്റെ കാറ് റൗഡി എടുത്തോണ്ട് പോയി. അതേത് റൗഡിയടാ? എന്നോടൊന്നിച്ച് പഠിക്കുന്നവനാ. എന്നിട്ട് അവനെ കുഞ്ഞറിയില്ലേ? അറിയും, പക്ഷെ ഒരു ധിക്കാരിയാ. അങ്ങനെ ഒരു ധിക്കാരി ഉണ്ടോ? ആ അതാ വരുന്നുണ്ട്. വണ്ടി റെഡി, അടുത്ത ട്രിപ്പ് കയറട്ടെ. നോക്കി പാട്ടി മാറരുത് മകളെ. എന്റെ അച്ഛനാണോ ഇത്? സുരേഷിന്റെ ഫാദറോ? അതെടാ, എന്റെ ഫാദറാ. അച്ഛാ, അച്ഛനൊന്നും പറ്റിയോ? ഞാൻ പഴയ ആളാ. നിനക്ക് വല്ലതും പറ്റിയോടാ മോനെ? അടിമോളെ, കുട്ടനായരോ? എന്താ? മാപ്പ് തരണം. എന്തിന്? ഇവിടുത്തെ കുഞ്ഞാണെന്ന് അവൻ അറിയില്ലായിരുന്നു. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. സാരമില്ല, കോളേജ് ലൈഫ് അല്ലേ എന്ന് പറഞ്ഞാ പറ്റുമോ? കാർ എടുത്തത് പോട്ടെ, കുഞ്ഞിന്റെ കൈക്ക് കയറി പിടിച്ചതിന്റെ ഉദ്ദേശം? കീ ഇല്ലാതെ കാർ ഓടിക്കാൻ നോക്കോ? മിണ്ടാതെ നിൽക്കാതെ. കുഞ്ഞു പോകരുത്.
മാപ്പ് ചോദിക്ക. മാപ്പോ? ആരോട്? ആരോടുന്നോ? കുഞ്ഞിനോട്. ദേ അത് ന്യായം. ചോദിക്കണ മാപ്പ്. എനിക്ക് പറ്റില്ല. എന്ത് പറഞ്ഞാലും അടിക്കാൻ വരട്ടെ. മാപ്പ് പറയണോ മോളെ? പറയണം. പറയടാ. ഞാൻ പറയില്ല. നീ പറയില്ലല്ലടാ. പറയടാ. പറയടാ. നീ പറയില്ലല്ലേ? പറയടാ. പറയടാ. അടിച്ചു കൊന്നോളൂ. എന്നാൽ ഞാൻ എന്റെ ക്ലാസ്മേറ്റിനോട് മാപ്പ് പറയില്ല. നാളെ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കേണ്ടതാണ്. വേണമെങ്കിൽ ഇദ്ദേഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കാം. വേണ്ട, ഇനിയിപ്പോൾ ആരോടും മാപ്പ് ചോദിക്കണ്ട. സുരേഷ് പറഞ്ഞ കാര്യമാണ്. മോള് പോയിക്കൊള്ളൂ. പോയിക്കൊള്ളൂ. അച്ഛാ, ഇനി നമുക്ക് പൊയ്ക്കൂടെ? വേണ്ട, നിന്റെ കൂടെ ഞാൻ വരുന്നില്ല. നീ വയ്ക്കോ, ഞാൻ എപ്പോഴെങ്കിലും വന്നോളാം. പയ്യൻ ഒരു എല്ല് കൂടുതലാ അല്ലേ കുട്ടനായരെ? ഒന്നല്ല, ഒരുപാട് കൂടുക. കണ്ടില്ലേ? കുട്ടനായർ ഈ നാട്ടിൽ വന്നിട്ട് 1 വർഷമായില്ലേ? എന്നിട്ടും ഇങ്ങനൊരു മകളുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ആകെയുള്ള ഒരു ആന്തരിയ, ബാക്കി 4 പെണ്ണാ. മഹാവികൃതിയാ. അമ്മയൊന്നും അവൻ അനുസരിക്കത്തില്ല. അതുകൊണ്ട് സ്ഥലം മാറി പോകുന്നിടത്ത് കൊണ്ടു നടന്ന് പഠിപ്പിക്കുകയാണേ. ഈ നാട്ടിൽ വെച്ച് BA ഒന്ന് പാസ്സാക്കി എടുത്താൽ കൊള്ളാവുന്നുണ്ട്. മലരിതൾ ചിറകുമാ മന്മഥ പൗർണമി നീന്തി വന്നു എന്നിളം തേൻകിളി മലർവള്ളി മഞ്ചലിൽ മദനോത്സവങ്ങളിൽ മധുവാണിയായി നീ പാടിവാ. പാതിരാ പൂക്കളിൽ പനിനീരു പെയ്യുവാൻ മധുമതി തെന്നലായി നീ പാറിവാ. പാതിരാ പൂക്കളിൽ പനിനീരു പെയ്യുവാൻ മധുമതി തെന്നലായി നീ പാറിവാ. ദാഹം തളിരിടും യാമം തോറുമെൻ ചൊടിയിൽ സിരകളിൽ ലഹരിയായി വാ. മലരിതൾ ചിറകുമാ മന്മഥ പൗർണമി നീന്തി വന്നു എന്നിളം തേൻകിളി.
ഗുഡ് മോർണിംഗ്. ഇന്നെന്താ താമസിച്ച്? ഞാനും താമസിച്ചില്ല, വഴി മുഴുവൻ നോക്കി ഞാൻ പോന്നത്. അപ്പൊ ഞാൻ നേരത്തെ പോകുന്നതായിരിക്കും. രാത്രിയിലാണെങ്കിൽ ഉറക്കമില്ല. നേരം വെളുത്ത ഉടനെ കോളേജിൽ പോകണമെന്ന് തോന്നല. എന്തിന്? അനുവിനെ കാണാൻ. വൈകുന്നേരം ഒരു പീരീഡ് നേരത്തെ ബങ്ക് ചെയ്യാം. ഓക്കെ? ഓക്കെ. എന്തായിരുന്നല്ലേ അവിടെ? ലവ് സീനോ? പുളിങ്കൊമ്പിൽ ആളോടെ കയറി പിടിച്ചിരിക്കുന്നത്. ഒന്ന് പോളെ. അനു, ഒരു സംശയം. എന്താ? ഈ പ്രേമത്തിന് എന്താ പേര്? പ്രേമമോ? ഞാൻ പറയാടി, ഇതാണ് പണിമുടക്ക് പ്രേമം. കറക്റ്റ്. പ്രൈവറ്റ് ബസ്സുകാർ പണി മുടക്കിയില്ലായിരുന്നെങ്കിൽ ഇത് വല്ലതും നടക്കുമോ? നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? കിടപ്പെങ്ങനെ? നല്ല സുഖം. കാണാതിരിക്കില്ല. വല്ലവന്റെയും തടിയല്ലേ? വല്ലുവിന്റെ തടിയോ? ഇത് എന്റെ തടിയാ. ഈ കിടക്കുന്നതോ? പിന്നല്ലാതെ. എന്നു മുതൽ? എന്നു മുതലാന്ന് പറയട്ടെ? അയ്യോ, എന്റെ വയറ്. അയ്യോ അയ്യോ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഉണ്ടോ? ഇല്ല. എവിടെ നോക്കട്ടെ. എന്താ, വല്ലതും കേൾക്കുന്നുണ്ടോ? എന്താണു? വല്ലാത്തൊരു ഇരമ്പൽ. അതെ, എന്റെ വയറ്റിലല്ല, ആകാശത്താ. ആകാശത്തോ? ലുക്കം. ആ, ഒരു കാര്യം പറഞ്ഞു. മോനേട്ടിൽ നിന്ന് അമേരിക്കയിൽ വരുന്നുണ്ട്. ആ പ്ലെയിൻ ആവും. അതാരാ മോഹനേട്ടൻ? ഡോക്ടർ മോഹൻകുമാർ, എന്റെ കസിൻ. കസിൻ എന്ന് പറഞ്ഞാൽ? അച്ഛന്റെ സഹോദരിയുടെ മകൻ. ആന്റി ഡോക്ടറാണ്, ഡോക്ടർ സുഭദ്ര തങ്കച്ചി. ആന്റിക്ക് സ്വന്തമായൊരു ഹോസ്പിറ്റലുണ്ട്, വിമല ഹോസ്പിറ്റൽ. ആന്റി ഇപ്പൊ മകനെയും കാത്ത് എയർപോർട്ടിലുണ്ടാവും. ആ, എന്താ രാമനാരെ, നമ്മുടെ തോട്ടമൊക്കെ എങ്ങനെയുണ്ട്? പഴയ പോലെയൊക്കെ തന്നെ ഉണ്ട്. ഗുഡ്. ആ പെട്ടിയൊക്കെ അകത്തേക്ക് എടുത്തേക്കോ. ആ, നാരായണിയമ്മൻ പഴയ പോലെ തന്നെ ഇരിക്കുന്നല്ലോ. ഒരു വർഷത്തിനകം എന്ത് മാറ്റം വരാനാ? ആ, നീ പോയി കുളിച്ച് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വാ, നമുക്ക് വല്ലതും കഴിക്കാം. എല്ലാം പഴയ വിഭവങ്ങൾ തന്നെയാണല്ലോ അമ്മേ. എന്നാൽ നിനക്ക് ബ്രെഡും ഹാമും കോൺഫ്ലെക്സും തരട്ടെ? അതും ഞാൻ കരുതിയിട്ടുണ്ട്. അയ്യോ അമ്മേ, അതെല്ലാം കഴിച്ചു മടുത്തിട്ടില്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ആഹാരത്തിന്റെ രുചി ഞാൻ മറക്കുവോ? മണി അടിക്കണ്ട, വയറ് നിറച്ചും വല്ലതും കഴിക്ക്.
നീ ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ടോടാ മോനെ? അവിടുത്തെ ആഹാരമൊന്നും പിടിക്കുന്നില്ലേ? ഓ ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. അതെ, അമ്മയുടെ ഹോസ്പിറ്റലൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അതും പഴയ പോലെ തന്നെ ആയിരിക്കും അല്ലേ? പോടാണെന്ന്. നീ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ എല്ലാം പുത്തനായിട്ട് അങ്ങോട്ട് ഏൽപ്പിച്ചേക്കാം. അതുപോലെ. അമ്മേ, കാപ്പി കുടിച്ചിട്ട് നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോണം. ഓ യെസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബ്യൂട്ടിഫുൾ. യു ആർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. അടുത്ത വർഷം ആ എക്സ്റ്റൻഷൻ കൂടി പണിയണം മോനെ. അതൊക്കെ ഇനി എന്റെ പഠിത്തം കഴിഞ്ഞിട്ട് മതി. അമ്മ ഈ അലച്ചിലൊക്കെ ഒന്ന് നിർത്ത്. ഓ, അതൊന്നും സാരല്ല. നീ മടങ്ങി വരുമ്പോൾ ദിസ് വിൽ ബി എ പക്ക ഹോസ്പിറ്റൽ. വാ, ഓഫീസിലേക്ക് പോ. വല്ല തരിയാണല്ലോ അടിച്ചു നിനക്ക് എന്താണ് തിരിച്ചു കൊടുക്കാനല്ലേ? ഏതായാലും ഡോക്ടറെ പിന്നെ എന്താണ് ബാബു, എന്ത് പറ്റി? ആ ബീന ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും കിളിയും കൂടെ എവനെ എടുത്ത് തലക്ക് കളഞ്ഞു. എന്താ കാര്യം? പഴയ വൈരാഗ്യം തന്നെ. ബസ്സിൽ വെച്ച് വാക്കുതർക്കമുണ്ടായി. അവർ ബസ് നിർത്തി ഇവനെ താഴെ ഇറക്കിയിട്ട് തല്ലി. എന്നിട്ട് ബസ് അങ്ങോട്ട് പോയി. ബസ് കടവിലേക്ക് പോയി. പിടിക്കണം പുസ്തകം. ബാബുവിനെ ആരാണ് തല്ലിയത്? എന്താ ബാക്കി നിനക്കും വേണോ? വേണ്ട, അത് മടക്കി തരാനാണ് ഞാൻ വന്നത്. എടാ, കോളേജ് മൂടി ഇറങ്ങിയിട്ടുണ്ട്. ജീവന്മാരെ ഓടിക്കോ. ഞാൻ അമ്മാവന് വേണ്ടി പ്രത്യേകം കൊണ്ടുവന്നതാ. താങ്ക്സ്. കേട്ടോ മോഹൻ, ഇവിടെ വന്ന് സുഭദ്രയുടെ ഞാനും എയർപോർട്ടിൽ വരാൻ പ്ലാൻ ഇട്ടിരുന്നതാ. ഞാൻ ചേട്ടന് വേണ്ടി 10 മണി വരെ വെയിറ്റ് ചെയ്തു. ഇറങ്ങാൻ നേരത്തെ അസോസിയേഷൻ പ്രസിഡന്റ് കയറി വന്നു. പിന്നെ എന്ത് ചെയ്യും? ആട്ടെ, നിന്റെ അവിടുത്തെ താമസമൊക്കെ എങ്ങനെയുണ്ട്? അസൗകര്യങ്ങളൊന്നുമില്ല അമ്മാവ. 5 വർഷത്തെ കോഴ്സാണല്ലേ? അതെ, അത് കഴിഞ്ഞ് 1 വർഷമെങ്കിലും അവിടെ പ്രാക്ടീസ് ചെയ്തിരിക്കണമെന്നാണ് നിയമം. ഇവനെ അമേരിക്കയിൽ അയച്ചു പഠിപ്പിക്കണമെന്ന് ഇവന്റെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു. ഒരു വലിയ ന്യൂറോളജിനെ കിട്ടുക എന്നുള്ളത് ചെറിയ കാര്യമാണോ സുഭദ്രെ? ആ, ഇതിനിടയിൽ അനുവിന്റെ കാര്യം ചോദിച്ചില്ലല്ലോ. ചേട്ടൻ പോനപ്പോ അവളെ കൂടെ കൂട്ടിക്കൊണ്ടുപോരായിരുന്നില്ലേ? അവളുടെ കാര്യം ഇവിടെ പറയാൻ വേണ്ടിയല്ലേ ഞാൻ വന്നത്. അപ്പൊ അവളെ കൊണ്ടുവരുന്നത് ശരിയാണോ? എന്താ വേണ്ടത്? നമുക്ക് നേരത്തെ ഒരു തീരുമാനമില്ലേ? അതിപ്പോ ഇവനും കൂടി അറിയാവുന്ന കാര്യല്ലേ. നീ എന്തു പറയുന്നു? അമ്മയും അമ്മാവനും കൂടെ തീരുമാനിച്ച കാര്യത്തിന് എന്തിന് എന്നോട് അഭിപ്രായം ചോദിക്കണം? ആട്ടെ, അനു എന്ത് പറയുന്നു? അത് നീ അവിടെ ചെന്ന് അവളോട് ചോദിക്കണം. കറക്റ്റ്. അല്ല,
വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമോ മറ്റോ? ഒരു പ്രശ്നമില്ല. ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് മെഡിക്കൽ കോളേജിൽ ചേർന്നത്. അപ്പൊ പിന്നെ എനിക്ക് പുറകോട്ട് വരാൻ പറ്റുമോ? ഞാൻ റെഡി. എനിക്കിനി ഈ ഒരു ചുമതലയുടെ ബാക്കിയുള്ളൂ. അനുവിനെ മോഹനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സമാധാനത്തോടെ എനിക്ക് വിശ്രമിക്കാം. നീ നാളെ തന്നെ അങ്ങോട്ട് പോകണം. എന്നിട്ട് അനുവിനോടൊന്ന് സംസാരിക്കേ. സംസാരിക്കാൻ എന്തിരിക്കുന്നു? എന്നാലും ഒരു ചടങ്ങ് അല്ലേ മേ? നിന്റെ വ്യാഖ്യാനം ഒന്നും വേണ്ട. കല്യാണം ഉടനെ വേണോ അതോ കുറച്ച് കഴിഞ്ഞ് മതിയോ? അത് അനുവും നീയും കൂടി തീരുമാനിക്കണം. ഉടനെ വേണമെന്നുള്ള പക്ഷക്കാരാണ് ഞങ്ങൾ. എങ്കിൽ പിന്നെ അതല്ലേ നടക്കൂ. ഞാൻ നാളെ തന്നെ വന്നേക്കാം. ഇനി ഞാൻ പൊയ്ക്കോട്ടെ. അച്ഛനെ അന്വേഷിക്കും. നാളെ എപ്പോഴാ? ഈ സമയത്ത് തന്നെ. പ്രോമിസ്? പ്രോമിസ്. പോട്ടെ. Bye-bye. ഹലോ. പരിചയം കാണില്ല. നിങ്ങൾക്കിപ്പോ എന്ത് വേണം? ആ പെൺകുട്ടി ഏതാ? ഏത് പെൺകുട്ടി? ഇപ്പോഴങ്ങോട്ട് കാർ ഓടിച്ചു പോയില്ലേ? ഓഹോ, അപ്പൊ എല്ലാം കണ്ടു അല്ലേ? എല്ലാം കണ്ടില്ല, കുറച്ച് കണ്ടു. വരാൻ വൈകിപ്പോയി. അയ്യോ പാവം. നാളെ നേരത്തെ വന്നേക്ക്. അത് വേണമെന്നില്ല. രസമുള്ളതൊക്കെ ഇന്ന് തന്നെ കണ്ടു. സാറിന് എന്തൊക്കെയാ രസിച്ചത്? ആ കെട്ടിപ്പിടുത്തവും ഉമ്മവക്കലും ഒക്കെ കലക്കി. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ കാര്യം കുശാൽ. വെരി വെരി കുശാൽ. എങ്കിൽ തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് നേരത്തെ വീട്ടിൽ പോ. പെണ്ണിനെ തിരക്കാൻ നടക്കുന്നു. നിങ്ങൾ കാമുകനും കാമുകായിരിക്കും അല്ലേ? അല്ല, കാളയും കുതിരയുമാ. ഓരോന്ന് ഇറങ്ങിയിരിക്കുന്നു കയറും പൊട്ടിച്ച്. ആട്ടെ, ഇയാളാരാ? ഞാൻ കസിനാ. കസിനോ? അതെ, അനുരാധയുടെ കസിൻ. അമേരിക്കയിൽ നിന്ന്? അതെ, അമേരിക്കയിലായിരുന്നു കുറച്ചു കാലം. പേര് മോഹൻകുമാർ. ഹലോ, മിസ്റ്റർ നിൽക്കണോ? ഹലോ. നീ എന്താ എത്ര പെട്ടെന്ന് തിരിച്ചു പോന്ന? അമ്മാവിന്റെ വീട്ടിൽ പോയില്ലേ? ഇല്ല. അതെന്താ? അനുരാധയെ കാണാനല്ലേ പോയത്. പാർട്ടിയെ വഴിക്ക് വെച്ച് കണ്ടു. പിന്നെ വീട്ടിലേക്ക് പോകാൻ തോന്നിയില്ല. ഓഹോ, നീ വഴിക്ക് വെച്ച് തന്നെ കണ്ടോ? അനു എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. നീ പിന്നെ അനുവിനെ കണ്ടെന്ന് പറഞ്ഞതോ? അനുരാധയെയും കണ്ടു, അവളുടെ കൂട്ടുകാരനെയും കണ്ടു. അവളുടെ കൂട്ടുകാരനോ? നീ എന്തൊക്കെയായി പറയുന്നത്? അമ്മേ, അമേരിക്കയിൽ പോയതിനു ശേഷം ഞാൻ ഒരു ഒറ്റ മലയാള പടം കണ്ടിട്ടില്ല. പക്ഷെ ഇന്നൊരു മലയാള പടത്തിലെ ലവ് സീൻ കണ്ടു. സിംപ്ലി ബ്യൂട്ടിഫുൾ. അനുവിന്റെ കാര്യമാണോ ഈ പറയുന്നത്? അല്ലാതെ പിന്നെ ആരുടെ കാര്യമോ? ദേ, അനാവശ്യം പറയരുത്. ചേടാ, ഇത് കേട്ട ഉടനെ അമ്മ കോപിക്കുന്നത് എന്തിനാ? വല്ലവന്റെയും തോളി തൂങ്ങി നടക്കുന്ന പെണ്ണിനെ എനിക്ക് കല്യാണം ആലോചിക്കുമ്പോ ഞാനല്ലേ കോപിക്കേണ്ടത്? ഇല്ലടാ, ഞാനിത് വിശ്വസിക്കില്ല. അവളെ വലിയ കോയിക്കൽ മാധവൻ തമ്മിയുടെ മോളാ. എന്റെ അമ്മേ, ഈ പ്രേമത്തിന് കോയിക്കലുണ്ടോ തമ്പിയുണ്ടോ? അതിലയും വേറെ അല്ലേ? അതിരിക്കട്ടെ, ഏതാ പയ്യൻ? പയ്യൻ ഏതായാലും മന്നൻ. അവൻ എന്നെ ഇട്ട് വാരിക്കളഞ്ഞില്ലേ? എന്താ പേര്? അയ്യോ, അത് മാത്രം അറിയാൻ പറ്റില്ലമ്മേ. ഞാൻ അനുവിന്റെ കസിനാണെന്ന് പറഞ്ഞ ഉടനെ ഇവൻ ഒറ്റ ഓട്ടം. ആഹാ, ഓടിക്കളഞ്ഞോ? എങ്കിലത് വെറും പിള്ളേരെ കളിയായിരിക്കും. ഫസ്റ്റ് ഇതാണോ പിള്ളേര് കളി? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഇതിലയും വേറെയാ. ഏതായാലും അനുവിനോട് എനിക്കൊന്ന് ചോദിക്കണം. എന്തിനാണ് അമ്മേ വെറുതെ സമയം കളയുന്നത്? അതുങ്ങളുടെ പാട്ടിന് വിട്ടേക്ക്. അത് ഞാൻ നോക്കിക്കോളാം. ഓ,
ഇതൊരു ചെറിയ കാര്യമല്ലേ? അതിന് ആന്റി ഇത്രയേറെ വിഷമിക്കുന്ന എന്തിനാ? ചെറിയ കാര്യോ? നീ റിട്ടയർഡ് ആയി വലിയ കോയിക്കൽ മാധവൻ തമ്മിയുടെ മകളാണ്. അങ്ങനെയുള്ള ഒരാളുടെ മകൾ ഒരു സാധാരണ പോലീസുകാരന്റെ മകനെ സ്നേഹിക്കുന്നു എന്ന് പുറത്തറിഞ്ഞാൽ അതിലൊരു പുതുമയുണ്ട് ആന്റി, എ നോവൽറ്റി. ദേ, നിർത്തുന്നുണ്ടോ നിന്റെ ഈ കൊച്ചു വർത്തമാനം? ചേട്ടൻ ഇത് സമ്മതിക്കുന്നു നീ കരുതുന്നുണ്ടോ? സ്നേഹിക്കാൻ സമ്മതം എന്തിനാ ആന്റി? കല്യാണത്തിനോ? അതിനും സമ്മതം കൂടിയേ തീരുന്നില്ല. അപ്പോ നീ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതെന്റെ ഭാവിയുടെ കാര്യമല്ല ആന്റി. ഓഹോ, അപ്പോ മറ്റുള്ളവർ ഇതിൽ ഇടപെടണ്ടെന്നാണ് അല്ലേ? മേ ഐ കം ഇൻ? ഇവിടെ പറഞ്ഞതെല്ലാം ചേട്ടൻ കേട്ടോ? യെസ്. മോഹന് എന്നാണ് മടങ്ങിപ്പോകേണ്ടത്? ഇനി 1 മാസം കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഐ സി. അതിനു മുൻപ് മോഹനും അനുവുമായിട്ടുള്ള വിവാഹം നടത്തണം. എന്താ? എന്നോട് അഭിപ്രായം വല്ലതും ചോദിക്കണം ഏട്ടാ. കറക്റ്റ്. വലിയ കോയിക്കൽ തറവാടിന്റെ പാരമ്പര്യം അതാണ്. മോൾ എന്തു പറയുന്നു? എന്റെ അഭിപ്രായം ഡാഡി ചോദിച്ചില്ലല്ലോ. ഇവിടെ വരെ നീ എത്തിയത് എന്റെ മാത്രം അഭിപ്രായം അനുസരിച്ചാണ്. പക്ഷേ ഇതിന് വേണ്ട ഡാഡി, എന്റെ വിവാഹമല്ലേ? ഓൾറൈറ്റ്. വിവാഹം കഴിഞ്ഞ് വേണമെങ്കിൽ നിനക്ക് മോഹനോട് ഒന്നിച്ച് അമേരിക്കയിലേക്ക് പോകാം. ഇല്ലെങ്കിൽ ഇവിടെ തുടർന്ന് പഠിക്കാം. ഇത് നിന്റെ ഇഷ്ടത്തിന് വിടുന്നു. ഡാഡി എല്ലാം മറിഞ്ഞു നിന്ന് കേട്ടെന്ന് പറഞ്ഞു. എന്നിട്ടും മോനേട്ടന്റെ പേര് പറഞ്ഞിങ്ങനെ സമയം കളയുന്നത്. മോളെ, മോഹനിന്റെ മകനായതുകൊണ്ട് പറയുന്നതല്ല. ബന്ധങ്ങളൊക്കെ അന്തസ്സുള്ളതായിരിക്കണം. അത് മാത്രമല്ല, വേണ്ടതിലേറെ സ്വത്തുണ്ട് എനിക്ക്. അത് അന്യ കൈവശം പോകാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ അന്തരം തന്നെ അത് കിട്ടിയിരിക്കണം. ഡാഡി, സ്വത്ത് മുഴുവൻ മോനേട്ടന്റെ പേരിൽ എഴുതി കൊടുത്തേക്കൂ. എനിക്ക് ഒറ്റ പൈസ വേണ്ട. എന്നാലും ആ പോലീസുകാരന്റെ മകനെ തന്നെ നിനക്ക് ഭർത്താവായിട്ട് വേണം അല്ലേ? ആന്റി, ഞാൻ സ്നേഹിക്കുന്ന ആളല്ലേ എന്റെ ഭർത്താവാകേണ്ടത്. ഇത്രയൊക്കെ ആയിട്ടും ഡാഡി എന്തുകൊണ്ട് നിയന്ത്രണം വിടുന്നില്ല എന്നായിരിക്കും. ഞാൻ ജനിച്ചു വളർന്നത് വലിയ കോയിക്കൽ തറവാട്ടിലാണ്. പ്രവർത്തിച്ചത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലും. ഓരോന്നും എവിടെ കൊണ്ട് കെട്ടണമെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. യു അണ്ടർസ്റ്റാൻഡ്? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. Stop there. ഇന്നു മുതൽ നീ കോളേജിൽ പോകുന്നില്ല. ഡാഡി, നിന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലായില്ലേ? യെസ് ഡാഡി. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന കാര്യം ഈശ്വരനാണ് കുട്ടനായർ അറിഞ്ഞിരുന്നില്ല അങ്ങുന്നേ. ഞാനും ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? എന്താ വേണ്ടെന്നോ? അവനിങ്ങോട്ട് വന്നോട്ടെ, കൊന്നു കുഴിച്ചുകൂടി ഞാൻ. ക്ഷോഭിച്ചിട്ട് കാര്യമില്ല കുട്ടനായരെ. എന്റെ ഈ വരവ് ഒരു നാണക്കേടാണ്. എന്റെ മകളെ കുട്ടനായരുടെ മകൻ സ്നേഹിക്കരുതെന്ന് അപേക്ഷിക്കാനാണ് ഞാൻ വന്നത്. അയ്യോ, അങ്ങനെ പറയല്ലേ തമ്പിയങ്ങുന്നേ. ഹെഡ് കോൺസ്റ്റബിൾ കുട്ടനായരുടെ മകൻ റിട്ടയർഡ് IG കോയിക്കൽ മാധവൻ തമ്പിയുടെ മകളെ സ്നേഹിക്കുന്നു എന്ന് പുറത്തറിയുന്നത് എനിക്ക് അവമാനമാണ്. 4 പേര് കേട്ടാ തീർന്നില്ലേ? അതുകൊണ്ട് ഇരുചെവി അറിയാതെ ഇത് ഒതുക്കി തീർക്കണം. ഇന്ന് തന്നെ തീർക്കാന്നേ. ഞാൻ അവളുടെ പഠിത്തം നിർത്തി. ഇവന്റെ പഠിത്തം ഇന്നോടെ ഞാനും നിർത്തിയേക്കാം. വേണ്ട, സുരേഷ് പഠിക്കട്ടെ. മേലാൽ അവർ തമ്മിൽ കാണരുത്. ആ കാര്യം കുട്ടനായരേറ്റേ. അനുരാധ കുഞ്ഞിനെ കാണുകയോ കത്തെഴുതുകയോ ചെയ്താൽ കത്തെഴുതണം. അയ്യോ അങ്ങനെ ഒരൊറ്റ കത്ത് മറ്റൊരു കത്തൂടെ എഴുതാൻ ഇടയാക്കരുത്. മനസ്സിലായില്ലേ? ഇല്ലങ്ങനെ. ഇതൊരു കാലത്തും നടക്കാത്തൊരു ബന്ധമാണ്. അതുകൊണ്ട് മേലാൽ എന്നെ കാണുകയോ കത്തെഴുതുകയോ ചെയ്യരുത്. ഇതായിരിക്കണം സുരേഷ് അനുവിന് എഴുതുന്ന കത്തിന്റെ ഉള്ളടക്കം. അത് ഞാൻ എഴുതിക്കാം അങ്ങനെ. ഇന്ന് തന്നെ എഴുതിക്കാം. നല്ലത്. ഇത് സംബന്ധിച്ച് മേലാൽ നമ്മൾ തമ്മിൽ സംസാരിക്കാൻ ഇടവരരുത്. ഇല്ലങ്ങനെ. വരട്ടെ. ഓ. ഇതിനാണോ നീ പഠിക്കാൻ പോകുന്നത്? കൊന്നുകളയും. കൊന്നുകളാ നീ. വിടടാ.
ഇല്ല വിടില്ല. വിടാനാ പറഞ്ഞേ. വിടില്ലെന്നാ പറഞ്ഞത്. കാര്യം ഒരു ചുമ്മാ തല്ലുവളം ഭ്രാന്തുണ്ടോ? കാര്യം നിനക്ക് അറിയാൻ പാടില്ലല്ലടാ. തമ്പിയത്തിന് മാളം നീയുടെ സ്നേഹമാണോ? ഇതായിരുന്നോ കാര്യം? ഇതങ്ങ് ചോദിച്ചാ പോരെ? വെറുതെ തല്ലി ക്ഷീണിക്കണമായിരുന്നോ? ചോദിച്ചതിന് ഉത്തരം പറടാ. സ്നേഹമാണോ? സ്നേഹമാണ്. അല്ലെന്ന് പറടാ. ആ അതെങ്ങനെ പറയും? തല പോയാലും നുണ പറയുന്നല്ലേ അച്ഛനെ പഠിപ്പിച്ചത്? ഞാൻ നുണ പറയില്ല. സ്നേഹമാണ്. എങ്കിലേ സ്നേഹിച്ചൊക്കെ മതി. നീ അതൊക്കെ നിർത്തിയേക്ക്. ഒരു രക്ഷയില്ല. ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെ അങ്ങോട്ട് സ്നേഹിക്കണം, വിശ്വസിക്കുന്നവരെ ചതിക്കരുത്. ഇതൊക്കെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛനെ പഠിപ്പിച്ചു കളഞ്ഞില്ലേ? പക്ഷെ ഓരോരുത്തരും നിലയും വിലയും നോക്കി സ്നേഹിച്ചില്ലെങ്കിലേ തല കാണത്തില്ലടാ. തല പോണെങ്കിൽ പോട്ടച്ചാ, സ്നേഹത്തിന് വേണ്ടിയല്ലേ? ഇല്ല, നീ ഇത് നേരെ ചൊവ്വ അവസാനിപ്പിക്കുന്ന ലക്ഷണമില്ല. എടാ തമ്പി അദ്ദേഹം ആരാണെന്ന് നിനക്കറിയോ? അറിയാലോ, അനുവിന്റെ അച്ഛൻ. അത്ര അറിഞ്ഞാ പോരടാ. നമ്മളെ രണ്ടുപേരെയും കൊന്നിവിടെ കുഴിച്ചു കൂടിയാൽ പോലും അദ്ദേഹത്തിന് ചോദിക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നത്? നിനക്ക് ആ പെണ്ണുമായിട്ട് ഇന്നു മുതൽ യാതൊരു ബന്ധവും ഇല്ലെന്നൊരു കത്തെഴുതി അങ്ങോട്ട് അയച്ചേര്. നീ എന്താടാ കിളിക്കുന്നേ? നടക്കാത്ത കാര്യം പറഞ്ഞത് കേട്ടപ്പോ ചിരിച്ചു പോയതാ. നിന്നെ ഞാൻ അടിച്ചു വച്ചാ. എന്ത് ചെയ്യാനാ, നീ എന്റെ മോനായി പോയില്ലേ. തന്തയുടെ കാലിനായിട്ടാണല്ലോടാ മോനെ നീ വന്ന് ജനിച്ചത്. വാ വന്ന് കാപ്പൂടി. എനിക്ക് വേണ്ട. കാപ്പി ഇരുന്ന് അലക്കുന്നു മോനെ. ഇങ്ങോട്ട് വന്ന്. വാ വാ. ചുമ്മാ മോനേട്ടൻ ഇന്ന് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വന്ന് കാത്തു നിന്നത്. എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. സഹായോ? ചെയ്യാമല്ലോ. മോനേട്ടനോട് എനിക്കൊരു വിരോധമില്ല, താങ്ക്സ്. ഇഷ്ടവുമാണ്. പക്ഷേ വിവാഹം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഐ സീ. എന്നോടൊന്നിച്ച് പഠിക്കുന്ന ഒരാളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഈ ജീവിതത്തിൽ എനിക്കൊരു ഭർത്താവ് ഉണ്ടാവുമെങ്കിൽ അത് ആ മനുഷ്യനായിരിക്കും. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ഇത്രയും പോരെ? ഇനി ഞാൻ പോയിക്കോട്ടെ? ഈ പറഞ്ഞതൊരു സഹായമല്ലല്ലോ. പിന്നെ എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്? എന്നെ വിവാഹം ചെയ്യാൻ മോഹനേട്ടന് ഇഷ്ടമല്ലെന്ന് അച്ഛനോട് പറയണം. ഇതൊരു വലിയ പരീക്ഷണമാണല്ലോ അനു. ഇക്കാര്യം ഞാൻ തന്നെ പറയണം. എനിക്ക് വേണ്ടി ഒന്ന് പറഞ്ഞൂടെ മോനേട്ടാ? അനുവിനെ ഞാൻ വിവാഹം ചെയ്യണമെന്ന് അമ്മയും അമ്മാവനും നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പോലും ഇല്ലല്ലോ. ഉണ്ടോ മോനേട്ടാ? ഇല്ല. അപ്പൊ പിന്നെ പറഞ്ഞാലെന്താ? പറയാം. അമ്മാവൻ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചേക്കും. എന്നാലും സാരമില്ല. അനുവിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ. ഞാനിപ്പോ തന്നെ പറയാം. താങ്ക്സ്. സുഭദ്രയോടും ഇത് പറഞ്ഞിട്ടാണോ മോഹൻ ഇങ്ങോട്ട് പോകുന്നത്? അമ്മയോട് പറഞ്ഞില്ല, അമ്മാവനോട് പറഞ്ഞിട്ടാകാമെന്ന് കരുതി. ഐ സി. ഇത് പറയാൻ വേണ്ടി ഇവിടം വരെ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരിട്ട് പറയുന്നതല്ലേ അമ്മാവ ഭംഗി. അതിരിക്കട്ടെ, ഇത്ര പെട്ടെന്ന് അനുവിനോട് വെറുപ്പ് തോന്നാൻ കാരണം? വെറുപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. വിവാഹം ചെയ്യാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞുള്ളൂ. എന്താ കാര്യം? കാര്യം എന്താണെന്ന് അമ്മാവൻ അറിയാമല്ലോ. നീ ഇത്രയ്ക്ക് വിഡ്ഢിയായിപ്പോയല്ലോ മോഹൻ. ഈ വിദ്യാർത്ഥി ജീവിതത്തിലെ പ്രേമം എന്നൊക്കെ പറയുന്നത് വെറും ഒരു ബാലാരിഷ്ടതയാണ്. തമ്മിൽ കാണാതെയാകുമ്പോൾ താനെ ഭേദമായിക്കൊള്ളും. അതാണ് അതിനുള്ള ചികിത്സ. കാണാതിരിക്കാനുള്ള ഏർപ്പാടുകളും ഞാൻ ചെയ്തു കഴിഞ്ഞു. പക്ഷെ അതൊന്നും കൊണ്ട് ഇത് ഭേദമാകാൻ പോകുന്നില്ല. അമ്മാവൻ അവരുടെ വിവാഹം നടത്തി കൊടുത്തേക്ക്. അതാണ് നല്ലത്. നീ എന്താ പറഞ്ഞത്? അമ്മാവൻ എത്രയേറെ ശ്രമിച്ചാലും അവരെ വേർപെടുത്താനാവില്ല. അപ്പൊ പിന്നെ Please stop it. നിനക്ക് അനുവിനെ വിവാഹം ചെയ്യാമോ? സാധ്യമല്ല. നീ അവിടെ അമേരിക്കക്കാരിയെ കണ്ടുവച്ചിരിക്കും. ശരി, നിനക്ക് പകരം മറ്റൊരുത്തനെ ഞാൻ അവൾക്ക് കണ്ടെത്തും. എന്നാലും ഒരു പോലീസുകാരന്റെ മകന് എന്റെ മകളെ ഞാൻ വിവാഹം ചെയ്ത് കൊടുക്കില്ല. യു അണ്ടർസ്റ്റാൻഡ്? ഇതുപോലെയുള്ള ചില കാര്യങ്ങളിൽ പ്രസ്റ്റീജ് വലിയ പ്രശ്നമാക്കാതിരിക്കുകയാണ് ബുദ്ധി. മോഹന് പോകാം. ഓക്കെ. ഞാൻ നാളെ തന്നെ അമേരിക്കയിലേക്ക് പോകുന്നു. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇന്നത്തെ ചുറ്റുപാടിൽ ഇനി ഇവിടെ കഴിയാൻ തോന്നുന്നില്ല. ഗുഡ് ബൈ.
എന്ത് പറഞ്ഞിട്ടും അവൻ അനുസരിക്കുന്നില്ല അങ്ങന്നേ. ഞാൻ എന്ത് ചെയ്യാനാ? ഓഹോ, ഇതുവരെ ഞാൻ അഭിനയിക്കുകയായിരുന്നു. ഇനി ഞാൻ യഥാർത്ഥത്തിൽ മാധവൻ തമ്പി ആകേണ്ടിയിരിക്കുന്നു. മോനെ, ദയവ് ചെയ്ത് കുട്ടനായർക്കൊരു സഹായം ചെയ്തു തരാവോ? എന്താണ്? പറയൂ. ആരോടെങ്കിലും പറഞ്ഞ് എനിക്ക് ഇവിടുന്ന് ഒരു സ്ഥലം മാറ്റം വാങ്ങിച്ചു തരണം. അതെന്തിന്? ഏതെങ്കിലും അകലെയുള്ള സ്ഥലത്തേക്ക് ഞാൻ എന്റെ മകനെയും കൊണ്ട് പൊയ്ക്കോളാം. അവിടെ നിന്ന് അവൻ കത്തെഴുതിയാലോ? അന്നവന്റെ കൈ ഞാൻ വെട്ടും. ഈശ്വരനെ വിചാരിച്ചു സ്ഥലം മാറ്റം വാങ്ങിത്തരൂ. അവനെയും കൊണ്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടോളാം. ശരി. മകനെ പഠിപ്പിക്കാൻ വേണ്ടി കൊള്ളാവുന്ന കോളേജുള്ള നാട്ടിലേക്ക് ശുപാർശ ചെയ്ത് സ്ഥലം മാറ്റം വാങ്ങി വന്നതാണ് കുട്ടനായർ. പാവം മനുഷ്യൻ. അയാളുടെ കാര്യത്തിൽ എനിക്കും ദുഃഖമുണ്ട്. പക്ഷേ സാറിന്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നു. കുട്ടനായർ വരാൻ പറയൂ. കുട്ടനായർക്ക് എങ്ങോട്ടാ സ്ഥലം മാറ്റം വേണ്ടത്? പറയണം. പള്ളിക്കൂടവും കോളേജും ഇല്ലാത്ത ഏതെങ്കിലും നാട്ടിലേക്ക്. ഇന്ന് തന്നെ ട്രാൻസ്ഫർ ഓർഡർ കിട്ടിയ ഉപകാരമായി സർ. ഓൾ റൈറ്റ്. പഠിച്ചതൊക്കെ മതിയടാ. നിന്റെ ഒടുക്കത്തെ ഒരു പ്രേമം. തമ്പിയെന്ന് പറഞ്ഞിട്ട് എന്നെ കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റിയിരിക്കുക. പോകാൻ ഒരുങ്ങിക്കോ. എവിടെയെങ്കിലും പോയി തൊലഞ്ഞേക്കാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആരോട് ചോദിച്ചുകൊണ്ട് നീ ഇവിടെ കയറി വന്നു? ചോദിക്കാൻ ആരെങ്കിലും കാണണ്ടേ? ആരെയും കാണാത്തടത്തൊക്കെ നേരെ കയറി ചെല്ലുമോ? അങ്ങനെ എല്ലായിടത്തും ഇല്ല. പിന്നെ ഇവിടെ എന്താ പ്രത്യേകിച്ച്? ഇത് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ വീടായതുകൊണ്ട്. ചൂടാകാതെ. എവിടെ നിന്ന് ആരോടാണ് സംസാരിക്കുന്നത് നിനക്കറിയാമോ? ആരോടായാലും എവിടെ നിന്നുകൊണ്ടായാലും പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പോകും. എന്റെ അച്ഛനെ നിങ്ങൾ സ്ഥലം മാറ്റിച്ചു. എന്നെ ഭയന്ന്. നിന്നെ ഭയന്നിട്ടോ? വലിയ കോയിക്കൽ മാധവൻ തമ്പിയോ? ഏത് കോയിക്കൽ തമ്പിയായാലും ഒന്നറിഞ്ഞിരിക്കുക. അച്ഛനെ സ്ഥലം മാറ്റിയാൽ അച്ഛനെ പോകും. മകൻ പോകില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. എന്നിട്ട് നിങ്ങളുടെ മകളെ ഞാൻ വിവാഹം ചെയ്യും. പേടിപ്പിക്കണ്ട. പേടിപ്പിച്ചാൽ ഞാൻ അങ്ങനെ പോവുകയില്ല. സുരേഷിനെ തൊട്ടുപോരുത്. എന്നെ വേണമെങ്കിൽ കൊന്നോളൂ, പക്ഷേ എന്റെ സുരേഷിനെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ ഒരു സുരേഷ് കൊന്നോളെന്ന് ഞാൻ ഞാനിവിടെ തന്നെ കാണും. ഇനി നീ ഇവിടെ നിന്ന് പുറത്തു പോന്നിരിക്കുന്നു കാണണം. എന്റെ പൊന്നങ്ങനെ ബുദ്ധിമുട്ടൊന്നും കാണിക്കരുത്. മാറി നിൽക്ക് സകലപിള്ളേ. ഇല്ല, ഞാൻ മാറൂല. വലിയ കോയിക്ക് തറവാട്ടിൽ വന്ന് നിന്നോണ്ട് ഇന്നോടൊരു പട്ടി എന്നെ വെല്ലുവിളിച്ചിട്ടില്ലല്ലോ. വിവേകമില്ലാത്ത ഒരു ചെറുക്കൻ വന്നു നിന്നുകൊണ്ട് എന്നോ പറഞ്ഞു. അതുകൊണ്ട് എന്തുണ്ടായി? അവൻ അവന്റെ പോക്കിന് പോവുകയെന്നേ. അവരെ ഞാൻ വിടില്ല. അവന്റെ ശവം ഇവിടെ ഞാൻ കൊടുത്തയക്കൂ. വലിയ കോയിക്ക് തറവാടിന്റെ അഭിമാനം വലുതാണോ? അതുകൊണ്ടാണ് അങ്ങനെ ശങ്കരപ്പിള്ളി ഇത് തന്നെ പറയുന്നത്. ഇവിടെ എന്തെങ്കിലും ഉണ്ടായാൽ നാളെ അത് പുറത്തറിയും. പിന്നെ എവിടെയാണ് അങ്ങനെ ഈ തറവാടിന്റെ അഭിമാനം? അനുമോളുടെ ഭാവി തകർന്നു പോയില്ലേ? അതുകൊണ്ട് അങ്ങനെ അകത്ത് പോയിരിക്കും. ശങ്കരപ്പിള്ള ആ ചെറുക്കനെ ഇറക്കി വിട്ടിട്ട് വരാം. ദയവ് ചെയ്ത് അകത്തേക്ക് പോകും. അങ്ങനെ എന്റെ പൊന്ന് സുരേഷ് കുഞ്ഞിന് ഇത്രയും ബുദ്ധിയില്ലാതെ ആയിപ്പോയല്ലോ. എന്താ കാര്യം നടന്നു കിട്ടിയാ പോരെ? അതിന് നേരെ ഓടിക്കേറി ഇങ്ങോട്ട് പോരണോ? എനിക്ക് ആരെയും അങ്ങനെ പേടിയൊന്നുമില്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ? നിങ്ങളുടെ കാര്യം ഈ ശങ്കരപ്പിള്ള സാധിച്ചു തരാം. ഈശ്വരനെ വിചാരിച്ച് എന്റെ കുഞ്ഞ് ഇപ്പൊ പോകും. നിങ്ങളുടെ അങ്ങ് തന്നെ മൂക്കി വലിച്ചു കയറ്റുമെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ആളെങ്ങോട്ട് പോയി? എന്റെ പൊന്ന് സുരേഷ് കുഞ്ഞ്, അദ്ദേഹം പ്രായമായ മനുഷ്യനാ. എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞങ്ങ് ക്ഷമിച്ചുകളാം. എന്റെ പൊന്നു കുഞ്ഞ് ഇപ്പൊ പോകും. ശരി.
എന്താ അമ്മാവ? കുഞ്ഞിനെ പ്രസവിച്ച 5-ാമത്തെ ദിവസം കുഞ്ഞിന്റെ അമ്മ മരിച്ചതാണ്. പിന്നെ കുഞ്ഞിനെ ഇതുവരെ വളർത്തിക്കൊണ്ടുവന്നത് തമ്പി അദ്ദേഹവും ഈ പാവപ്പെട്ട ശങ്കരപിള്ളയും കൂടിയാണ്. രാത്രിയിൽ തമ്പി അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കിടന്നാണ് കുഞ്ഞ് ഉറങ്ങിയിട്ടുള്ളത്. ഒരമ്മ സഹിക്കേണ്ട എല്ലാ വേദനയും കുഞ്ഞിന് വേണ്ടി അദ്ദേഹം സഹിച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മാവ. എന്നിട്ടാണോ ഇതുപോലത്തെ ഒരച്ഛനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. അദ്ദേഹം വല്ല കടുങ്കയും ചെയ്താൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് കുഞ്ഞിന്റെ അച്ഛൻ ജീവിച്ചിരിക്കാൻ വേണ്ടിയെങ്കിലും ഈ സ്നേഹം വേണ്ടെന്ന് വെച്ചുകൂടെ? അത് ഒരു വഞ്ചനയില്ല അമ്മാവ. എല്ലാ കാര്യങ്ങളും കാണിച്ച് ഒരു കത്ത് എഴുതി തരാമോ? ശങ്കരപ്പിള്ള കൊണ്ടുപോയി സുരേഷ് കുഞ്ഞിന്റെ കൈ കൊടുത്ത് ഈ പ്രശ്നം ഇന്ന് അവസാനിപ്പിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ കത്ത് വേണ്ട അമ്മാവ. നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക നല്ലത്. അതിനുള്ള സൗകര്യം അമ്മാവൻ ഉണ്ടാക്കി തന്നാ മതി. അയ്യോ കുഞ്ഞെ, തമ്പി അദ്ദേഹം അറിഞ്ഞ അതിന്റെ തല വീശിക്കളെ. അച്ഛനറിയാതെ അതൊന്നും സാധിച്ചു തരാൻ അമ്മാവൻ വിചാരിച്ച സാധിക്കില്ലേ? എങ്കിൽ ഒരു കാര്യം ചെയ്യാം. രാത്രിയില് ബംഗ്ലാവിന്റെ പുറവശത്തുള്ള മതിലിന്റെ അടുത്ത് സുരേഷ് കുഞ്ഞ് വരട്ടെ. അച്ഛനറിയാതെ കുഞ്ഞു പോയി കണ്ടോ. പക്ഷേ വേഗം കാര്യം പറഞ്ഞു വിട്ടേക്കണം. വളരെ വേഗം പറഞ്ഞേച്ചേക്കാം. എന്നാ ഈ വിവരത്തിന് ഒരു കത്ത് എഴുതിട്ട ആ. ഞാൻ കൊണ്ടുപോയി സുരേഷ് കുഞ്ഞിന്റെ കൈ കൊടുക്കാം. ആ പിന്നെ രാത്രിയിൽ മതിലിന്റെ അടുത്ത് വന്ന് സൈക്കിളിന്റെ ബെല്ലടിക്കാൻ പ്രത്യേകം എഴുതിയേക്കണം. ശരി. ഭഗവാനെ, സൈക്കിൾ സുരേഷ് കുഞ്ഞ് വന്നു. ഓടാൻ വരട്ടെ. ശബ്ദം കേൾപ്പിക്കാതെ പോയി പറയാനുള്ളത് പറഞ്ഞിട്ട് വേഗം വരണം. കുഞ്ഞു വന്നിട്ടേ ശങ്കരപ്പിള്ള ശ്വാസം വിടത്തുള്ളൂ. ആ പോയിട്ട് വാ. ദൈവമേ, ചേട്ടാ പോയിട്ട് നേരം കുറെ ആയല്ലോ. നിന്നെ പിരിച്ചു വിട്ടിരിക്കുന്നു എന്ന് പറയാൻ ഇത്ര നേരം വേണം? അനുമോളെ, 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 എന്റെ ദൈവമേ, ചതിച്ചോ? അങ്ങനെ 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 ചാദിച്ചു, അങ്ങനെ ചാദിച്ചു. എന്താ എന്തുണ്ടായി ശങ്കരപ്പിള്ള? അനുമോളെ കാണുന്നില്ല, മുറി തുറന്നു കിടക്കുന്നു. ഹലോ, പോലീസ് സ്റ്റേഷൻ? അനു, നട അടച്ചിരിക്കുകയാണെങ്കിലും ഭഗവാൻ നമ്മളെ കാണുന്നുണ്ട്. കൊട്ടും കുരവയുമില്ലാതെ ഈശ്വരനെ സാക്ഷി നിർത്തി ഈ ദിവ്യ സന്നിധിയിൽ വെച്ച് നമ്മൾ ഒന്നാകുന്നു. ഈ നിമിഷം മുതൽ നമ്മൾ ഭാര്യാഭർത്താക്കന്മാരാണ്.
അനു അനു എഴുന്നേൽക്കൂ. നേരം വെളുത്തു. വരിപ്പോ. എക്സ്ക്യൂസ് മീ മാഡം, ഇന്നലെ മുതൽ ഞങ്ങൾ നിങ്ങളെ അന്വേഷിക്കുകയായിരുന്നു. ഇനി ഇത് സംബന്ധിച്ച് കൂടുതൽ ചോദിക്കാനും പറയാനും ഒന്നുമില്ല. ഇയാളെ ലോക്കപ്പ് ചെയ്തേക്കൂ. സാർ, മകളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. എന്നെ എന്തിനാ ലോക്കപ്പ് ചെയ്യുന്നത്? മിണ്ടാതെ നിൽക്കാതെ. മിണ്ടാതെ എന്നാൽ കാര്യം മനസ്സിലാക്കാൻ നോക്കോ? തമ്പി അദ്ദേഹത്തിന്റെ മകളെ മോഷ്ടിച്ചുകൊണ്ട് പോയതിനാണ് തന്നെ ലോക്കപ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്നെ ആരും മോഷ്ടിച്ചോണ്ട് പോയിട്ടില്ല. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം സുരേഷിനോട് ഒന്നിച്ചു പോയതാണ്. ഞങ്ങൾ പ്രായപൂർത്തിയായവരാണ്. രജിസ്റ്റർ വിവാഹം ചെയ്യാൻ പോയപ്പോ പോലീസുകാർ പിടിച്ചോണ്ട് പോന്നു. ഇത് എവിടുത്തെ നിയമം? നീ അയമാനെ നിയമം പഠിപ്പിക്കാൻ പോണോ? നോ. ഇവരിപ്പോൾ പറഞ്ഞതിനെ കുറിച്ച് സാറെന്ത് പറയുന്നു? സാർ, ഇവൻ എന്റെ മകനാണ്. ഇവൻ തമ്പി അദ്ദേഹത്തിന്റെ മകളെ വിവാഹം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടമാണ്. എനിക്കും. സാർ, ഇക്കാര്യത്തിൽ നിയമപരമായ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ ഞാൻ നിസ്സഹായനാണ്. All right. സർ, ഞങ്ങൾ എന്ത് ചെയ്യണം? യു മേ ഗോ ആൻഡ് ഡു ആസ് യു ലൈക്ക്. താങ്ക് യു സർ. എന്റെ മുഖത്ത് അവൾ ഇങ്ങനെ കരുതിയേക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഈ അപമാനം എനിക്ക് സഹിക്കാനാവില്ല. അത്ര ഭയങ്കരമായി എന്തുണ്ടായെന്നാണ് ചേട്ടൻ പറയുന്നത്? നമ്മളെല്ലാം എതിർത്തിട്ടും മനസ്സിനിണങ്ങിയ ഒരാളെ അനു തെരഞ്ഞെടുത്തു. ഈ കുടുംബത്തിന്റെ അന്തസ്സിൽ ചേർന്ന ബന്ധമാണോടി ഇത്? ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതിന്റെ കുറ്റവും കുറവുകളെയും പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? ശങ്കരപ്പിള്ളിയും അത് തന്നെയാ പറയുന്നത്. കുഞ്ഞു ഒരു സ്വയംവരം നടത്തി. സ്വയംവരം നമ്മുടെ പുരാണങ്ങളിൽ പോലും ഇല്ലേ? രാജപുത്രിയായ സാവിത്രി ആരെയാ തിരഞ്ഞെടുത്തത്? വെറും വിറക് വെട്ടിയായ സത്യവാനെ. ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. അവർ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ചേട്ടന് ഒരു മകളല്ലേ ഉള്ളൂ. ഇനിയും അവളെ വേദനിപ്പിക്കാതെ നാട്ടുകാരറിയെ അവരുടെ വിവാഹം നടത്തി കൊടുക്കണം. അതാണ് അങ്ങനെ അതിന്റെ ശരി. വേണ്ട, ഇങ്ങോട്ട് കയറണ്ട. എവിടെയെങ്കിലും പൊയ്ക്കോ. വളർത്തിയ അച്ഛനെ കണ്ണീരൊടുപ്പിക്കുന്ന മക്കളൊന്നും എന്റെ വരെ കയറണമെന്നാ പറഞ്ഞത്. എന്റെ മക്കളെ, മോള് ക്ഷമിക്കണം കേട്ടോ. പെട്ടെന്നുണ്ടായ വിഷമത്തിന് എന്തൊക്കെയോ പറഞ്ഞു പോയതാ. അതിന് അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞവനു? ഇല്ല. നിന്റെ അമ്മ ഒന്ന് അറിയിക്കേണ്ടതല്ലാരോടോ മോനെ? അതിന് നാളെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് അമ്മയെ കാണാൻ പോവല്ലോ. ഞാനും വരാടാ. നമുക്ക് ഒരുമിച്ച് പോവാം മക്കളെ.
അയ്യോ, തമ്പി അദ്ദേഹമാണല്ലോ. എന്താ പേടിയുണ്ടോ? എന്തിന്? സുരേഷ് പേടിക്കാതിരുന്നാ മതി. പേടി എന്താണെന്ന് എനിക്കറിയില്ല. ഇരിക്ക്. ആ, രണ്ടുപേരേക്ക് പോരെ. ഞാൻ വന്ന കാര്യം പറഞ്ഞേക്കാം. സംഗതികൾ ഇതുവരെ എത്തി. ഇനിയിപ്പോ നിങ്ങളുടെ വിവാഹം നടത്തിയേക്കാം. ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തു. ഓഹോ, എന്നാലും ഒരു ചടങ്ങെന്ന നിലയിൽ നമ്മുടെ ബംഗ്ലാവിൽ വെച്ച് അത് നടത്തണം. അതായത് ബന്ധുക്കളും നാട്ടുകാരും അറിഞ്ഞുള്ള ഒരു കല്യാണം. എന്താ, അത് വേണ്ടല്ലേ കുട്ടനാരെ? അയ്യോ, അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഒരാഴ്ചക്കുള്ളിൽ നടത്തണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. അതുവരെ സുരേഷും അനുവും ബംഗ്ലാവിലൊന്ന് താമസിക്കൂ. അതെന്തിനാ? കല്യാണത്തിന് ആളുകളൊക്കെ വരുമ്പോ കല്യാണ പെണ്ണ് ചെറുക്കന്റെ വീട്ടിൽ നിന്ന് വരുന്നത് ശരിയാണോ? അതെന്തായാലും നാണം കെട്ട ഏർപ്പാടാ. അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് ചെറുക്കൻ പെണ്ണിന്റെ വീട്ടിൽ താമസിക്കുന്നതോ? അതും നാണക്കേട് തന്നെയാ. ഇങ്ങനെ രണ്ടും പറഞ്ഞാൽ നടക്കുകയില്ല. ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കണം. ഇവരെന്തോടെ തീരുമാനിക്കട്ടെ. എന്തു പറയുന്നു മോളെ? അത് വേണ്ട, ചേട്ടൻ പറഞ്ഞാ മതി. അനു അച്ഛനോട് പൊയ്ക്കോളൂ. അപ്പൊ ചേട്ടനോ? ഞാനെന്താ അച്ഛാ ചെയ്യേണ്ടത്? ഷോ, എന്തോ ഒരു അനുസരണയുള്ള മകൻ. നീ ദിവസം അവിടെ ചെന്ന് അനുമോളെ കണ്ടിട്ട് തിരിച്ചിങ്ങി പോരണം. ഗുഡ്, അത് നല്ല നിർദ്ദേശമാണ്. എന്നാൽ നമുക്ക് ഇപ്പൊ വീട്ടിലേക്ക് പോവാം. മതിൽ ചാടി പോകാൻ ശങ്കരപ്പിള്ള സൗകര്യം ചെയ്തു തന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇത് നടക്കുമായിരുന്നോ കുഞ്ഞ്? അത് നേരാ മാവ. അച്ഛനോട് പറഞ്ഞ് അമ്മാവന് ഞാനൊരു സമ്മാനമായി തരാം. അയ്യോ, എന്റെ പൊന്നു കുഞ്ഞെ ചതിക്കല്ലേ. ഞാനാണ് ഈ പരിപാടി ഒപ്പിച്ചതെന്ന് അങ്ങനെ അറിഞ്ഞാൽ തോക്കെടുത്ത് ഒരു കാച്ചു കാച്ചും. പിന്നെ സമ്മാനം മേടിക്കാൻ ശങ്കരപ്പിള്ളയുടെ ശവമേ കാണത്തുള്ളൂ. 14-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് കല്യാണം. അയ്യോ, ഇനി 10 ദിവസമല്ലേ ഉള്ളൂ. അതിനെന്താ, കല്യാണം നമുക്ക് ഗംഭീരമായിട്ട് തന്നെ നടത്താം. ക്ഷണക്കത്തുകൾ അച്ചടിക്കാൻ ഇന്ന് തന്നെ ഏർപ്പാട് ചെയ്തേക്കാം. മറ്റു കാര്യങ്ങൾ മുറപോലെ നടന്നോളൂ. വലിയ കോയിക്കൽ തമ്പി അദ്ദേഹത്തിന്റെ വീട്ടിലെ ആദ്യത്തെ അവസാനത്തെയും കല്യാണമാണ്. ഇത് കലക്കണം അങ്ങനെ. അത് പിന്നെ പ്രത്യേകം പറയണോ ശങ്കരപ്പിള്ളേ? ഇവരെ കൂടി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിക്കോട്ടെ ഏട്ടാ. കല്യാണത്തിന് 2 ദിവസം മുമ്പ് ഇങ്ങോട്ട് പോരാം. എനിക്കെന്താ വിരോധം? അവരോട് ചോദിക്കേ. ഇവിടുന്ന് ചെന്നിട്ട് അമ്മയെ കാണാൻ എനിക്ക് നാട്ടിലേക്ക് പോണം. ഇന്ന് തന്നെ പോണോ? പിന്നെ അച്ഛൻ കാത്തു നിൽക്കും. എങ്കിൽ പിന്നെ സുരേഷ് താമസിക്കണ്ട, പോയിട്ട് വരൂ. ശരി, പറ്റ. ഞാൻ വരട്ടെ. ഓ, എന്റെ പൊന്നു കുഞ്ഞെ, നമുക്ക് ഈ സൈക്കിളിന്റെ ബെല്ലങ്ങ് മാറ്റണം. ഇത് കേട്ടാ അപ്പ എനിക്ക് നെഞ്ചെടുപ്പ് വരും. കല്യാണം കഴിഞ്ഞ് ശങ്കരപ്പിള്ള ചേർത്ത് സൈക്ലിംഗ് തന്നേക്കാം. എന്താ? ആ ബെല്ല് മാറ്റി തന്നാ ഞാൻ എടുത്തോളാമേ. ഓക്കെ. ഓക്കെ.
മോനെ ഈ പാല് കുടിക്കുമോളെ. എനിക്കൊന്നും വേണ്ട ആന്റി. ആന്റിയാണ് പറയുന്നത്, ഇത് കുടിക്ക്. ആന്റി, എന്റെ സുരേഷ്. ഇനിയും അതൊക്കെ ഓർത്ത് ദുഃഖിച്ചിട്ട് എന്താ ഫലം? എല്ലാം മറക്കുമോളെ. എനിക്ക് എങ്ങനെ അതൊക്കെ മറക്കാൻ കഴിയും ആന്റി? എന്താ വല്ലാത്ത ക്ഷീണം? കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ ഇത്രയും ക്ഷീണം ഉണ്ടായിരുന്നില്ലല്ലോ. നീ ആഹാരമൊന്നും കഴിക്കാറില്ലേ? വിശപ്പ് തോന്നണ്ട ആന്റി. ഒരാൾ മരിച്ചതോർത്ത് ഒരായുസ് മുഴുവൻ ദുഃഖിച്ചു കഴിയാൻ പറ്റുമോ? സുരേഷ് മരിച്ചിട്ട് 2 മാസം കഴിഞ്ഞില്ലേ? ഇനി അതൊക്കെ ഒന്ന് സാവധാനം മറക്കാൻ ശ്രമിക്കണം. അയ്യോ മോനെ, മോനെ മോനെ. മോളെ, ഇതെങ്ങനെ സംഭവിച്ചു? എന്താ ആന്റി? നീ ഗർഭിണിയാണല്ലോ. ആന്റിയോട് നിനക്ക് ഇതൊന്നും പറയാമായിരുന്നില്ലേ? എനിക്കറിയില്ലായിരുന്നു ആന്റി, അറിയില്ലായിരുന്നു. നമ്മളിനി എന്ത് ചെയ്യും സുഭദ്രേ? ഇതിൽ ഇത്രയേറെ പരിഭ്രമിക്കാനുള്ള കാര്യമൊന്നുമില്ല. ഞാനൊരു ഡോക്ടറല്ലേ. അനുവിനോടൊന്ന് സംസാരിക്കട്ടെ. വേണ്ട, ആ കാര്യം മാത്രം എന്നോട് പറയണ്ട. മരിക്കേണ്ടി വന്നാലും ഞാൻ അതിന് സമ്മതിക്കില്ല. മോളെ, ഇതിൽ ഭയപ്പെടാനൊന്നുമില്ല. വളരെ ചെറിയൊരു ഓപ്പറേഷൻ. നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ഇത് ദിവസം നടക്കുന്നതല്ലേ. ആന്റി എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും എന്നെ അതിന് പ്രതീക്ഷിക്കണ്ട. നീ പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു കുഞ്ഞുമായി കഴിയുന്ന നിനക്ക് ജീവിതം തരാൻ ഒരു പുരുഷൻ വരുമെന്ന് കരുതുന്നുണ്ടോ? സ്ത്രീയുടെ ജീവിതമൊക്കെ പുരുഷന്റെ കയ്യിലാണോ ആന്റി? എനിക്ക് പുരുഷനെ വേണ്ടെങ്കിലോ? നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? ഞാൻ ഒരാളെ സ്നേഹിച്ചു, ദൈവം സമ്മതിച്ചില്ല. പക്ഷെ ഓർമ്മിക്കാൻ വേണ്ടി ഒരു സമ്മാനം തന്നിട്ടാണ് ആളിനെ തിരിച്ചു വിളിച്ചത്. ആ സമ്മാനം എന്റെ പ്രാണനേക്കാൾ എനിക്ക് വലുതാണ്. എന്തൊക്കെ സംഭവിച്ചാലും അത് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മോളെ, നീ കാണുന്നത് പോലെ അല്ല ഈ ജീവിതം. ആയിരിക്കാം, ഞാൻ സഹിച്ചോളാം. നീ സഹിക്കുന്നത് നിന്റെ മാത്രം കാര്യമാണ് മോളെ. മറ്റുള്ളവരെ കാണുകയും വേണ്ടേ? വേണ്ട, കാണണ്ട. ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയേക്കാം. മോളെ, നീ അച്ഛൻ പറയുന്നുവെന്ന് എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ സുരേഷിനെ കുറിച്ച് ഓർമ്മിക്കാൻ വേണ്ടി ദൈവം എനിക്ക് തന്നതാണ്. ഇത് ഞാൻ നഷ്ടപ്പെടുത്തില്ല, ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. ഇനി നിർബന്ധിച്ചിട്ട് കാര്യമില്ല ഏട്ടാ. അനു പ്രസവിക്കട്ടെ. നീ എന്താ സുഭദ്രയെ പറയുന്നത്? അത് കഴിഞ്ഞാൽ നമ്മളുടെ അന്തസ്സിന് ചേർന്നൊരു ബന്ധം അവൾക്ക് ജീവിതത്തിൽ കിട്ടുമോ? ഇവിടെ ഇപ്പോ അനുവും ഞാനും ചേട്ടനും മാത്രമേ ഈ വിവരം അറിഞ്ഞിട്ടുള്ളൂ. കൂടുതൽ ആരെങ്കിലും അറിയുന്നതിന് മുമ്പേ അവളെ ഇവിടുന്ന് മാറ്റണം. വിദ്യാഭ്യാസത്തിൽ നിന്ന് പറഞ്ഞാൽ മതി. അവിടെ വെച്ച് അവള് പ്രസവിക്കട്ടെ. അപ്പോ ആ കുഞ്ഞിനെ എന്ത് ചെയ്യും? അത് നമുക്ക് സാവധാനം ആലോചിച്ച് തീരുമാനിക്കാം. സമയമുണ്ടല്ലോ.
അവളെ ഇങ്ങോട്ട് വന്ന് മാറ്റുന്നത്? ബാംഗ്ലൂരിൽ എനിക്കൊരു ഫ്രണ്ടുണ്ട്, ഡോക്ടർ മായാദേവി. അവർക്ക് സ്വന്തമായിട്ട് നഴ്സിംഗ് ഹോം ഉണ്ട്. ഞാൻ മായക്കൊന്ന് ടെലിഫോൺ ചെയ്ത് നോക്കട്ടെ. ഹലോ, ഡോക്ടർ മായാദേവി ഹിയർ. തങ്കച്ചിയോ? ഇങ്ങനൊരാളുണ്ടോ? എത്ര നാളായി കണ്ടിട്ട്? പറയൂ. ഐ സി. ഏയ്, ഒരസൗകര്യവുമില്ല. എന്റെ വീടും നഴ്സിംഗ് ഹോമും ഒക്കെ തങ്കച്ചിയുടെ ആണെന്ന് കരുതിയാൽ മതി. ഇന്ന് തന്നെ പുറപ്പെട്ടോളൂ, ഞാൻ ഏറ്റു. താങ്ക് യു. ചേട്ടാ, എല്ലാ കാര്യങ്ങളും മായ ഏറ്റിട്ടുണ്ട്. ഇന്ന് തന്നെ പുറപ്പെടണം. അനു സമ്മതിക്കൂ? അക്കാര്യത്തിൽ ചേട്ടൻ വിഷമിക്കണ്ട. അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഞാൻ കൊണ്ടുപോയിക്കോളാം. അനു, നിന്റെ ആന്റി ഫോൺ ചെയ്തിരുന്നു. അച്ഛനും ആന്റി നാളെ വരുന്നുണ്ട്. കഴിഞ്ഞ 5-6 മാസമായി എത്ര പ്രാവശ്യം അവരിവിടെ വന്നു? ദാറ്റ്സ് ദെയർ ഡ്യൂട്ടി. നിന്റെ ഡെലിവറി സമയത്തും അവരിവിടെ ഉണ്ടായിരിക്കണം. പ്രസവം കഴിഞ്ഞ് അനുവും കുഞ്ഞുമായേ അവർ മടങ്ങുന്നുള്ളൂ. കരയാതിരിക്കുമോളെ. ഈ സമയത്ത് ശരീരത്തിന് കൂടുതൽ ആയാസം കൊടുക്കുന്നത് നല്ലതല്ല. കരയാതിരിക്കെ. എന്റെ കുഞ്ഞിന്റെ ശവശരീരം പോലും നിങ്ങൾ എന്നെ ഒന്ന് കാണിച്ചില്ലല്ലോ. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? കീറി മുറിച്ചെടുത്ത ഒരു കുഞ്ഞിന്റെ ശരീരം അതിന്റെ അമ്മയെ എങ്ങനെ കാണിക്കും? ആ കുഞ്ഞിനെ നമുക്ക് വിധിച്ചിട്ടില്ലായിരുന്നു മോളെ. നീ കരയാതിരിക്കെ. സിസ്റ്റർ, injection compose 1 ampule stack. Yes, doctor. Come on, Tangachi. കരയാതെ മോളെ. അനു, നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല ആന്റി. ചേട്ടാ, അനുമോൾ എന്ത് പറഞ്ഞിട്ടാണ് അവളെ ഇനി ഒന്ന് ആശ്വസിപ്പിക്കേണ്ടെന്ന് എനിക്കറിയില്ല. ഈ ബംഗ്ലാവ് നിറയെ നെടുവീർപ്പുകളാണ് സുഭദ്രെ. ഒന്ന് ചെയ്താലോ ചേട്ടാ? അനുവിനെ കൂടി ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാലോ? അതുകൊണ്ട് എന്താ പ്രയോജനം? ഇവിടുത്തെ ഈ ഏകാന്തത
അവക്ക് നന്നല്ല. അവിടെ ആകുമ്പോൾ നഴ്സിംഗ് ഹോമുണ്ട്, ഞാനും ഉണ്ട്. നഴ്സിംഗ് ഹോമിന്റെ ചില ഭരണകാര്യങ്ങൾ നോക്കി കുറെ നാൾ കഴിയുമ്പോൾ അവൾ കഴിഞ്ഞതൊക്കെ മറക്കും. അപ്പോൾ ഞാൻ കൂട്ടിക്കൊണ്ടുപോരാം. ഇന്നത്തെ ചുറ്റുപാടിൽ അതാണ് നല്ലതെന്ന് എനിക്കും തോന്നുന്നു. അവള് വരുമെങ്കിൽ സുഭദ്ര കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. ഡോക്ടർ എലിയമ്മയല്ലേ? ഒന്നും ഇങ്ങോട്ട് വരൂ. ഇരിക്കും മോളെ. ഇതാണ് മോളെ ഹോസ്പിറ്റലിലെ നിന്റെ മുറി. ഇന്നു മുതൽ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നീ നോക്കണം. ഞാനോ? ആന്റി, എനിക്ക് ഒന്നും അറിഞ്ഞൂടുന്നല്ലേ? ക്രമേണ എല്ലാം പരിചയിക്കണം. യു വിൽ ബി ഓൾ റൈറ്റ് ഇൻ നോ ടൈം. ഡോക്ടർ എന്തിനാ വിളിച്ചേ? ഇവൾ ഇന്നു മുതൽ നമ്മുടെ കൂടെയാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവളെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. മോസ്റ്റ് ഗ്ലാഡ്ലി. എന്നാ മോള് ഏലിയാമ്മയുടെ കൂടെ പോയി എല്ലാരും ഒന്ന് പരിചയപ്പെടും. വീട്ടിലേക്ക് പോകാറാകുമ്പോ ആന്റി ഒന്ന് വിളിക്കാം. ശരി ആന്റി. വരൂ എന്നോ.
കുഞ്ഞല്ലേ കുമാരപിള്ളേ, അവന് തുണി വല്ലം വേണേ മേടിച്ചു കൊടുത്തര്. എത്ര രൂപ അവിടെ വേണം? അങ്ങ് നീ തന്നേച്ചാ മതി. എന്നാലും തമ്പി അങ്ങൊന്ന് ആളൊരു കടുപ്പക്കാരൻ തന്നെയാ. അത് പിന്നെ പതുക്കെ പറയണോ കുമാരപിള്ളേ? പ്രസവിച്ചുടനെ ആശുപത്രിയിൽ നിന്ന് മകളറിയാതെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് രഹസ്യമായിട്ട് വളർത്താൻ എന്നെ ഏൽപ്പിച്ചതാ. മാസം തോറും അതിന് ചെലവിനുള്ള രൂപയും തരുന്നുണ്ട്. എന്നാലും ഈ 4-5 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ആ കുഞ്ഞ് എങ്ങനെ ഇരിക്കുന്നെന്നും അദ്ദേഹം ചോദിച്ചിട്ടില്ല. ചോദിക്കില്ല കുമാരപിള്ളേ. ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ കുടുംബത്തിന്റെ മാനം പോകുമെന്നാ അങ്ങനെ കരുതുന്നത്. മോക്ക് വേറെ വിവാഹമൊന്നും ആലോചിക്കുന്നില്ലേ? കൊള്ളാം, ഒരു 100 ആലോചനകൾ വന്നതാ. അനുമോള് സമ്മതിക്കണ്ടേ? ഭർത്താവ് പോയി, കുഞ്ഞും മരിച്ചു പോയി എന്ന് കരുതി ദുഃഖിച്ച് കഴിയായിരിക്കും അത്. ആട്ടെ, ആ കുഞ്ഞ് അച്ഛനെയും അമ്മയും തിരക്കാറുണ്ടോ? അതെങ്ങനെയാ? ഞാനും ഭാരതിയും ആ അച്ഛനും അമ്മയും എന്നല്ലേ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നേ. കാണാൻ എങ്ങനെയുണ്ട്? മിടുക്കനാണോ? നല്ല മിടുക്കൻ. നല്ലപോലെ വളർത്തണേ കുമാരപിള്ളേ. ആ കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതാ പോയിക്കൊള്ളൂ. അങ്ങനെ എന്താ? ആ കുട്ടിയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. എന്തിന്? കുമാരപിള്ള കുട്ടിയെ വളർത്താനെന്നും പറഞ്ഞ് മാസം തോറും വന്ന് രൂപ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും അറിയണ്ടേ അങ്ങനെ? ആ കുട്ടി ജീവിച്ചിരിക്കുന്നതും മരിക്കുന്നതും എനിക്കൊരുപോലെയാണ്. ഇത് 10 രൂപയല്ലേ ഉള്ളൂ. പെരമണിയാനുള്ള രൂപ നിങ്ങൾ ചോദിച്ചില്ലേ? എടി 10-25 വർഷമായിട്ട് അദ്ദേഹത്തിന് ഉപ്പും ചോറുവാ നമ്മൾ തരുന്നത്. തരുന്നത് മേടിക്കാല്ല, പെരമണിക്ക് കൂടെ കാശ് ചോദിക്കാൻ. എന്താ ചോദിച്ചാല്? തമ്പി അദ്ദേഹത്തിന്റെ മോടെ മാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ സഹിച്ച മാനക്കേടിന്റെ കൂലിയാ ചോദിക്കാൻ പറഞ്ഞത്. നീ എന്ത് മാനക്കേടാ സഹിച്ചത്? എന്തെന്നാ സഹിച്ചതെന്നോ? ഈ അയലുമൊക്കത്തുള്ളവരോടൊക്കെ എന്തുമാത്രം വഴക്കാ കൂടിയത്. എടി ഭാരതി, നിനക്ക് ഈ കുഞ്ഞിനെ എവിടുന്ന് കിട്ടിയടി? ഞാൻ പ്രസവിച്ചെടുത്തു. ഞങ്ങളാരും അറിയാതെയോ? എന്നെ പ്രസവിപ്പിക്കുന്നത് നിങ്ങളാണോ? നിങ്ങളാണോ പോകരുത് പെണ്ണുങ്ങളെ? എന്തുമാത്രം തട്ടാമുട്ടിയാ പറഞ്ഞു കൂട്ടിയത്. അതിനെനിക്ക് എന്തെന്നാ മതിയാവും? എങ്കിൽ തട്ടാമുട്ടിക്കുള്ളതേ നീ ഒറ്റയ്ക്കൊന്ന് വാങ്ങിച്ചോ. ആ, ഞാൻ വാങ്ങിക്കും. പെരമണിക്കുള്ള രൂപ കണക്ക് പറഞ്ഞ് മേടിച്ചോണ്ട് വന്നില്ലെങ്കിൽ എന്നെ ഇങ്ങനെ വിളിച്ചു. അത് വേണേ ഇപ്പോഴേ വിളിച്ചേക്കാം. ആട്ടെ, ആ ചെറുക്കനെ ഇവിടെ? കാലത്ത് കുറെ ചാണകം വാരിക്കൊണ്ട് വരാൻ വിട്ടതാ. വർക്കത്ത് കേട്ടവൻ ഇതുവരെ വന്നില്ല. വിശപ്പിന് വല്ലതും കൊടുത്തിട്ടാണോടി വിട്ടത്? എന്തിന്? ഒരു വട്ട ചാണകം വാരിക്കൊണ്ട് വരാതെ പച്ച വെള്ളം ഞാൻ കൊടുക്കത്തില്ല. എടി മഹാഭാവി, നമ്മുടെ കൊച്ചുങ്ങൾക്ക് വയറു നിറച്ച് ആഹാരം കൊടുത്ത് പള്ളിക്കൂടത്ത് വിട്ടു. ആ ചെറുക്കനെ ഭക്ഷണിക്ക് ചാണകം വാരാൻ വെച്ചു. എന്റെ മക്കളെ ഭക്ഷണിക്ക് പള്ളിക്കൂടത്ത് വിടാനേ കുറെ ചേതമുണ്ട്. എടി, അതിനെ വളർത്താൻ വേണ്ടി അതിന്റെ അപ്പൂപ്പൻ തരുന്ന കാശുകൊണ്ട് നീ നിന്റെ മക്കളുടെ കാര്യം നോക്കുന്നു. ദൈവം ചോദിക്കോടി. ആ, ചോദിക്കുമ്പോ ഞാൻ മറുപടി പറഞ്ഞോളാം. അപ്പൂട്ടാ, ഞാൻ പിന്നെ ഇവിടെ പിന്നെ മോനെന്തിനാ പേടിക്കുന്നേ? ഉറങ്ങിപ്പോയോ? സാരമില്ല, വാ. ഈ കുട്ട നിറച്ച് ചാണകം വാരിക്കൊണ്ട് ചെന്നില്ലെങ്കിൽ കഞ്ഞി തരില്ലെന്ന് അമ്മ പറഞ്ഞു. വിശന്നിട്ട് കിടന്ന് ഉറങ്ങിപ്പോയതാ. അതൊന്നും സാരമില്ല മോനെ, വാ വാ മോനെ. വയർ നിറച്ചു കഴിച്ചു. ഇനി നീ ഇത് തലേ വെച്ചോ. എവിടെയായിരുന്നു ഇതുവരെ? എടാ, നല്ല വായിലെ നാക്കിറങ്ങി പോയോ? എവിടെയായിരുന്നു? നീ അല്ലേ ചാണകം വരാൻ പറഞ്ഞു വെച്ചത്? പിന്നെ എവിടെയായിരുന്നു ചോദിക്കുന്നെന്തിനാ? എന്നിട്ട് ചാണകം എന്തിയെ? ഇതുവരെ നടന്നിട്ട് ഇതാണോ കിട്ടിയത്? പശു ചാണാൻ ഇടുന്നില്ല അമ്മച്ചി. നിന്റെ ഈ മോന്ത കണ്ട പശു എങ്ങനെ ചാണകം ഇടും? പേഴ കെട്ടവൻ. വായിലിട്ട് നോക്കാതറാ, പിള്ളേർക്ക് വല്ല വയറ്റിളക്കം പിടിക്കും. അമ്മേ, അപ്പുക്കുട്ടിന് ദോശയില്ലേ? മിണ്ടാകരം തിന്നോണ്ട് പോയിക്കണം. ഇവനോട് വിശപ്പൻ എന്തെങ്കിലും കൊടുക്കും ഭാരതി. എങ്ങനെ പെരക്കകത്തേക്ക് കയറ്റും? നാറിട്ട് വയ്യ. ആ തോട്ടിലൊക്കെ പോയി മുങ്ങിട്ട് വാടാ. ചെല്ലു മോനെ. ആ ചാണകം അവിടുന്ന് വാങ്ങിച്ചോട്ട് ഇട്ടിട്ട് പോ. അനു, എന്താ ആന്റി? മോഹന്റെ കേബിളുണ്ട്.
അവൻ അമേരിക്കയിൽ നിന്ന് നാളെ പുറപ്പെടുന്നു. എന്തു പറ്റി? അവൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെ വരുന്ന മോളെ. നീ ഒന്നും വിഷമിക്കണ്ട. വരൂ. രാംനാരെ, ദേ ഈ പെട്ടിയൊക്കെ അകത്തേക്ക് എടുക്കൂ. അനു ഇവിടെ ഇല്ലേ അമ്മേ? ഉണ്ടല്ലോ. മോളെ അനു, ഇത് ശരിയല്ല. എയർപോർട്ടിൽ വന്ന് അനുവിനെ സ്വീകരിക്കേണ്ടതായിരുന്നു. വന്നില്ല, പോട്ടെ. കാർ വരുന്ന ശബ്ദം കേട്ടെങ്കിലും ഒന്നും ഇങ്ങോട്ട് വന്നതായിരുന്നു. മോശം മോശം. അതിനിപ്പോ അനു എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? അമ്മ എന്താ അനുവിനെ എയർപോർട്ടിൽ കൊണ്ടുവരായിരുന്നത്? കാണാൻ സുന്ദരികളായ പെൺകുട്ടികൾ എന്നെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ വരികയെന്ന് വെച്ചാൽ അത് എനിക്കൊരു ഗമയല്ലേ? ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അതിനൊക്കെ ഒരു യോഗം വേണം. രക്ഷയില്ല. ഞാൻ ഈ വിട്ടിത്തം മുഴുവൻ പറഞ്ഞിട്ടും അനുവിനൊന്ന് ചിരിച്ചാലെന്താ? സാറേ, കമോൺ ലുക്ക് അപ്പ്. ഒന്ന് ചിരിച്ചാട്ടെ സാറേ. Twinkle, little star, how I wonder what you are. How I wonder what you are. Up above the world so high. Up above the world so... ഒരു പഠിത്തക്കാരൻ വന്നിരിക്കുന്നു. എങ്ങനെയാണ് അവിടുന്ന്? എടാ, എനിക്ക് കുളിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നീ ചെയ്തോ? എടാ, ചെയ്യടാ. അമ്മേ, അമ്മണിക്കുട്ടി അവനെ പഠിക്കാൻ പിടിച്ചിരുത്തിയത് നേരാണോ നീ? അപ്പൊ പാവല്ലേ അമ്മേ, അവനും കൂടെ പഠിച്ചോട്ടെ. അവൾ എന്തെങ്കിലും ചെയ്തോട്ടെ ഭാരതി. നമ്മളോ അവനെ പഠിപ്പിക്കുന്നില്ല. അവളെങ്കിലും 4 അക്ഷരം പറഞ്ഞു കൊടുക്കട്ടെ. എന്നിട്ട് എന്തിന് പേഷ്കാരാവാനോ? പേഴ കെട്ടവൻ. മേല പിള്ളേര് പഠിക്കുന്ന പുസ്തകത്തെ കൈ കൊണ്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ കൈ ഞാൻ വെട്ടിക്കളി. ഭാരതി, മുകളിൽ ഇരുന്നൊരാള് ഇതെല്ലാം കാണുന്നുണ്ട്. നിങ്ങളുടെ അന്ത്യമെന്നായിരിക്കും. അപ്പോഴേ പെരപണിയാനുള്ള രൂപ വാങ്ങിക്കാൻ നിങ്ങൾ പോകുന്നു, അതോ ഞാൻ പോണോ? പെരവണിയാനുള്ള രൂപ നീ അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ടോ? മനുഷ്യ, ഇപ്പൊ പിടിച്ചാലേ രക്ഷയുള്ളൂ. ചെറുക്കം മറന്ന് വല്ല വഴിക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാലേ പിന്നെ മേലോട്ട് നോക്കി ഇരുന്നോണ്ടാ മതി. ഞാൻ നാളെ പോയി മേടിക്കും. അല്ല, അനു എന്തിനാ ഇപ്പൊ വീട്ടിൽ പോകുന്നത്? ഞാൻ വന്നുകൊണ്ടാണോ? നീ വന്നോണ്ട് അവക്കെന്താ? അവൾ എല്ലാ ആഴ്ചയിലും അച്ഛനെ കാണാൻ പോകാറുണ്ട്. വെരി ഗുഡ്. ആരെ മറന്നാലും അച്ഛനെ മറക്കാൻ പാടില്ലല്ലോ. കൂട്ടിന് ഞാനും കൂടെ വരണോ? വേണ്ട. അല്ല, വരണമെന്ന് പറഞ്ഞാലും ആ വഴിക്ക് ഞാനില്ല. അമ്മാവൻ പഴയ കാര്യങ്ങളൊന്നും മറന്നു കാണില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞില്ലേ മോനെ? അനു, നാളെ തന്നെ നീ വരണം. ശരി ആന്റി. അനു, ഈ ഉള്ളവൻ ഇവിടെ എത്തിയിട്ടുള്ള വിവരം അമ്മാവനൊന്ന് അറിയിച്ചേക്ക്. എന്ത് സംഭവ വികാസമാണ് ഉണ്ടാകാൻ പോകുന്നത് അറിയാമല്ലോ. മഴ തുടങ്ങിയ പിന്നെ പെര മുഴുവൻ ചോർന്നൊലിക്കും. തണുപ്പടിച്ച് ചെറുക്കന് വല്ല പനിയും പിടിച്ചാ? ഇത് പറയാനാണോ നീ ഇവനെയും കൂട്ടിക്കൊണ്ട് വന്നത്? അയ്യോ അല്ലേ. പിന്നെ ഇവനെ കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം വാങ്ങാമെന്ന് കരുതിയോ? ഈശ്വരൻ സാക്ഷിയായിട്ട് ഞാൻ അങ്ങനെ ഒന്നും കരുതിയില്ലേ. ഇവനെ ഒരിക്കലും ഈ പഠിക്കാത്ത കൊണ്ടുവരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കൊണ്ടേ. പിന്നെ എന്തിനു കൊണ്ടുവന്നു? മേലാൽ ഇവരെയും കൂടി ഇവിടെ വന്നാൽ മരിക്കുന്നവരെ ഇനി കൊണ്ടുവരത്തില്ലേ?
എത്ര രൂപ എന്തൊക്കെ വേണ്ടത്? 5000 രൂപ കിട്ടിയാ. ആരാ അമ്മച്ചി അത്? നിന്റെ അമ്മയുടെ തന്ത. എന്താ അവിടെ? ഇതൊരു കടന്ന കൈയായി പോയി ഭാരതി. പിന്നെ ഇതിനേക്കാൾ കടന്ന കൈയൊക്കെ ഭാരതിയുടെ കയ്യിലുണ്ട്. അത് ഞാൻ കാണിച്ചില്ലെന്നേ ഉള്ളൂ. ഇവന് ചൊവ്വ നേരെ ആഹാരമൊന്നും കൊടുക്കത്തില്ലേടി. അതുകൊള്ളോ, ഇവന്റെ വയറുണ്ടല്ലോ ചിക്കുവാ വിരിച്ച പോലെ. ഏതാ ഈ സ്ത്രീ? നമ്മുടെ കുമാരപിള്ളയുടെ ഭാര്യ. അങ്ങനെ കണ്ട എന്തോ സങ്കടം പറയാൻ വന്നതാ. അച്ഛനെവിടെ? മുറിയിലുണ്ട്. ഏതാ ഈ കുട്ടി? ഏതാച്ചാ? അത് പിന്നെ നമ്മുടെ കുമാരപിള്ളയുടെ മകനാ. മോളെപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളച്ചാ. എടോ, താനവിടെ എന്ത് നോക്കുക? തന്റെ വേഷം കണ്ടിട്ട് കൊള്ളാമല്ലോ. ഇത് ആരുടെ ഉടുപ്പാ? വേണുവേട്ടന്റെ. അല്ല, എന്റെ ഉടുപ്പാ. തന്റെ അമ്മ തന്നെ പേടിപ്പിച്ചല്ലേ? അതുപോട്ടെ, താൻ എന്താ ഇതിനകത്ത് നോക്കിയത്? പാവ. തനിക്ക് വേണോ? തന്റെ പ്രായത്തിൽ എന്റെ അച്ഛൻ എനിക്ക് വാങ്ങിത്തന്നതാ ഇതൊക്കെ. ദേ, ഇത് കണ്ടോ? അമ്മയും കുഞ്ഞും. മരിച്ചുപോയ എന്റെ അമ്മയെ ഓർമ്മിക്കാൻ വേണ്ടി അച്ഛൻ വാങ്ങിച്ചു തന്നതാ ഇത്. ഇത് തനിക്കിരിക്കട്ടെ. ആ, പേരെന്താ? അപ്പു. അപ്പുന് ഇത് ഇഷ്ടമായോ? പൊട്ടിച്ചു കളയോ? ഇല്ല. നിങ്ങൾക്ക് എത്ര മണിക്കാ ബസ്? 4 മണിക്കാന്നേ. മോനെ, നമുക്ക് പോകണ്ടേ? പോട്ടെ. ഇതാ ഭാരതി. ഭാരതി, കുറച്ച് പലഹാരങ്ങളാ അപ്പുമോന് തരാൻ. അമ്മാവന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. പോയിട്ടു. അപ്പൂന് ഇച്ചിരൂടെ കുറേ. അങ്ങനെ ഇപ്പൊ കൊടുക്കുന്നില്ല. പലഹാരം കൂടുതൽ തിന്നാലേ വേറെ ഇളകും. ഇല്ലേടാ? അമ്മ, എനിക്ക് ഒന്നൂടെ വേണം. എന്റെ പൊന്നുമോള് തിന്നോ. എന്റെ ഉടുപ്പ് നിക്കർ എന്തിനാ ഇവന് കൊടുത്തത്? ഡാ, ആ ഉടുപ്പ് നിക്കർ കൊണ്ട് നനച്ചു പോയി രാവിലെ കഴുകിയിടണം. ചെല്ലടാ. നീ അരുവയ്യ, ഞാൻ വെച്ചോളാം. എന്റെ സഞ്ചിക്ക് കിഴുത്ത ഒന്നുമില്ല, ഞാൻ വെച്ചോളാം. അല്ല, ഇങ്ങനെയുണ്ടോ ഒരു ജോലി? ഇത് ആരോഗ്യത്തിന് കേടാ. മണി 5 ഇന്ന് ഇത്രയൊക്കെ മതി. വാ. മോനേട്ടൻ പൊയ്ക്കോളൂ. ഞാൻ ഈ അക്കൗണ്ട് കൂടി ഒന്ന് എഴുതി തീർത്തിട്ട് വരാം. അതൊന്നും സാധ്യമല്ല. കമോൺ, ഗെറ്റ് അപ്പ്. അയ്യോ, ഞാൻ വരാം. അങ്ങനെ മര്യാദ.
മഹാബോറാണ്. എന്താ ചേട്ടാ നീ ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ നടക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറയൂ. ഞാൻ എന്ത് പറയാനാണ്? ഒന്നും പറയാനില്ലേ? ഇല്ല. ചിരിച്ചു കളിച്ചിരുന്ന ഒരു കുസൃതി പെണ്ണെ കണ്ടിട്ടാണ് ഞാൻ അമേരിക്കയിലേക്ക് പോയത്. നിന്റെ ആ ചിരിയും കളിയൊക്കെ എവിടെ പോയനോ? ഈ ജീവിതത്തിൽ ഇനി ഒരിക്കലും മനസ്സ് തുറന്ന് ചിരിക്കാൻ എനിക്ക് കഴിയില്ല ചേട്ടാ. അതൊക്കെ നിന്റെ തോന്നലാണ്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ജീവിതകാലം മുഴുവൻ ദുഃഖിക്കുന്നത് വിഡിത്തമാണനും. മറക്കാൻ കഴിയാത്തവർക്ക് ജീവിക്കാൻ അർഹതയില്ല. ഞാൻ എന്നെ ഈ ജീവിതം അവസാനിപ്പിക്കേണ്ടതായിരുന്നു. ഇത്തരം ചിന്തകളൊക്കെ കളയുവാനും നിന്റെ പഴയ അനുവായി വീണ്ടും കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പറയൂ, നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്തും ചെയ്യാൻ ഒരുക്കമാണ്. എനിക്കൊന്നും വേണ്ട ചേട്ടാ, ഒന്നും വേണ്ട. ഇത് കുഞ്ഞ്, ഇത് അമ്മ, ഇതിന്റെ അച്ഛൻ എവിടെ? അച്ഛൻ വിറക് വെട്ടാൻ പോയിരിക്കുക. ഇല്ലെങ്കിൽ ഈ അമ്മ അച്ഛനെ പിടിച്ചിട്ട് അടിക്കും. നമ്മുടെ അമ്മയാ അച്ഛനെ അടിക്കുന്നേ. ഈ കുഞ്ഞിന്റെ അച്ഛൻ എവിടെ? ആ അപ്പക്കുട്ടിന് ഇത് ആരാ തന്നത്? തമ്പിയങ്ങന്റെ വീട്ടിലെ പെമ്പറിനോര്, നല്ല പെമ്പറിനോരാ. എന്നെ എടോന്നാ വിളിക്കുന്നേ. അവിടെ ഒത്തിരി പാവയുണ്ട്, ഒരു അലമാരി നിറച്ചുണ്ട്. എന്താ എന്റെ പാവ തരുന്നില്ല. വേണു അതും കൊടുക്കടാ. ഞാൻ കൊടുക്കൂല, ഇതെനിക്ക് വേണം. എടാ കൊടുക്കാൻ. ഞാൻ കൊടുക്കൂല. അയ്യോ, അമ്മേ, അമ്മേ. നിങ്ങൾ എന്നാ മനുഷ്യൻ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുവാണോ? പിന്നെ ഇവരെന്താ അവന്റെ പാവ എടുത്തത്? അവൻ അവരോടും തൊട്ടാ എന്താ ഊരി പോവോ? ഓ അങ്ങനെ ഇപ്പൊ തുടണ്ട. എന്നാലേ ഈ പാവം കൊണ്ട് ഇവിടെ ആരും കളിക്കണ്ട. ഈ അനുവിന് എന്ത് സംഭവിച്ചമ്മേ? എന്നും ഇങ്ങനെയാണോ? അതോ ഞാൻ വന്നുകൊണ്ടുള്ള വല്ല മാറ്റമാണോ? മോള് കേട്ടില്ലേ അവൻ പറഞ്ഞത്? നീ എന്താന്ന് മിണ്ടാത്ത? പുള്ളിക്കാരി ഇവിടെയൊന്നും അല്ലെന്നാ തോന്നുന്നത്. അല്ല, ഞാനും അമ്മയും കൂടെ ഈ ഡൈനിങ് ടേബിളിൽ ഉണ്ടെന്ന് പറയായിരുന്നു. അനു, അനു, നിനക്കൊന്നും മിണ്ടായിരുന്നുണ്ടായിരുന്നോ മോനെ? ചേടാ, ഇതും നല്ല ശിക്ഷ. എനിക്ക് മിണ്ടാനും പാടില്ലേ? അനു, ഇനിയും ഇതെങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അനുവിന് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം. പറയൂ, എന്താ നിന്റെ തീരുമാനം? എന്റെ കാര്യം ഇനി എന്തെങ്കിലും തീരുമാനിക്കാനുണ്ടോ മോനേട്ടാ? എല്ലാം ഈശ്വരൻ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? ഈശ്വരൻ എന്ത് തീരുമാനിച്ചു എന്നാണ് അത് പറയുന്നത്? ആണും പെണ്ണും തമ്മിൽ സ്നേഹിക്കും, അത് സ്വാഭാവികമാണ്. പക്ഷേ ചിലത് വിജയിച്ചു എന്ന് വരും, ചിലത് പരാജയപ്പെട്ടു എന്ന് വരും. പരാജയപ്പെട്ടവർക്ക് പിന്നെ ജീവിതമേ ഇല്ലെന്നാണോ? എന്റേത് പരാജയമല്ല മോനേട്ടാ, ശാപമാണ്. ശാപം കിട്ടുന്നവർക്ക് ശാപമോക്ഷം കൂടി കിട്ടാറുണ്ട്. പക്ഷേ അതുപോലും നഷ്ടപ്പെട്ടവളാണ് ഞാൻ. മനസ്സിലായില്ല. ഞാൻ സ്നേഹിച്ച ആളെ എനിക്ക് കിട്ടിയില്ല, അത് ശാപം. എന്റെ കുഞ്ഞിനെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. കുഞ്ഞു? ഏത് കുഞ്ഞ്? ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞ്. പ്രസവിക്കാനേ കഴിഞ്ഞുള്ളൂ. അതിന്റെ ശവശരീരം പോലും കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. ഈ വിവരങ്ങളൊക്കെ എന്റെ അമ്മയ്ക്ക് അറിയില്ലേ? അറിയാം. എല്ലാറ്റിനും ആന്റിയും കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നെങ്കിലും എനിക്കിതൊക്കെ മറക്കാൻ കഴിയുമോ മോനേട്ടാ? ആന്റി, മോളിലൂടെ പോന്നു. ആന്റി എന്നോട് പിണങ്ങരുത്. ഞാൻ വീട്ടിലേക്ക് പോകുന്നു. ഇനി തിരിച്ചു വരില്ല. മോളെ അനു,
ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഇപ്പൊ മോഹനേട്ടനുണ്ട്. ഇനി ഞാനിവിടെ കഴിയുന്നത്... എന്താ മോളെ, മോഹൻ നിന്ന് വഴക്കുമല്ലെന്ന് പറഞ്ഞോ? വഴക്കോ? എന്നെയോ? മോഹനേട്ടന് വഴക്ക് പറയാൻ അറിയാമോ ആന്റി? ഇനി ഞാനിവിടെ നിന്നുകൂടെന്ന് ഞാനെങ്കിലും മനസ്സിലാക്കണമല്ലോ. വരട്ടെ ആന്റി, മോഹനേട്ടനോട് കൂടി വിവരം പറഞ്ഞേക്കണേ. മോഹൻ, ഇനി വരില്ലെന്ന് പറഞ്ഞ അനു പോയി. എന്താ കാര്യം? അത് ഞാനെങ്ങനെ അറിയാനാ? നീ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. എന്താ ഉണ്ടായത്? സത്യം പറ. സത്യം പറയേണ്ടത് അമ്മയാണ്. ഞാനോ? അതെ, അനുവിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും അമ്മ എന്നെ എഴുതി അറിയിച്ചിരുന്നു. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അവൾക്ക് നിശ്ചയിച്ചിരുന്നത് ചെറുക്കൻ മരിച്ചു എന്ന വിവരമല്ലാതെ അതിന് ശേഷമുള്ള സംഭവങ്ങളെ കുറിച്ച് ഒന്നും അമ്മ എഴുതിയിരുന്നില്ലല്ലോ. ഇപ്പോൾ ഇതൊക്കെ നിന്നോട് ആര് പറഞ്ഞു? അനു പറഞ്ഞു. പ്രസവിച്ച കുഞ്ഞിന്റെ ശവശരീരം പോലും കാണാൻ ഭാഗ്യമില്ലാതെ പോയൊരു പാവം പെണ്ണ്. ഇക്കാര്യം എന്നിൽ നിന്ന് എന്തിനമ്മ ഒളിച്ചു വെച്ചു? പറയൂ അമ്മേ. ചേട്ടന്റെ മാനം രക്ഷിക്കാൻ, അനുവിന്റെ ഭാവിക്ക് കേട് തട്ടാതിരിക്കാൻ. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്നിട്ടാ കുഞ്ഞെവിടെ? എനിക്കറിയില്ല മോനെ. അമ്മയ്ക്കറിയാം, പറയാൻ മടിയായിട്ടാണ്. ഇല്ല മോനെ, എന്നെ നീ വിശ്വസിക്ക്. അന്ന് ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ വെച്ച് അവൾ പ്രസവിച്ച ഉടനെ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പുറത്തു വന്നു. വേണ്ട ചേട്ടാ, ഇതിനെ നശിപ്പിച്ചു കളയരുത്. സാധ്യമല്ല. അനുവിന് ബോധം തെളിയുന്നതിന് മുമ്പ് ഇതിനെ ഇവിടുന്ന് മാറ്റണം. സുഭദ്രേ, ഈ കാര്യം ഒരിക്കലും അവൾ അറിയരുത്. ഇതാണ് മോനെ നടന്നത്. അതിനുശേഷം ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ അതിനെ കണ്ടുപിടിച്ച് അനുവിനെ ഏൽപ്പിക്കും. അങ്ങനെയെങ്കിലും എനിക്ക് അവളെ ആശ്വസിപ്പിക്കണം. അമ്മാവന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരേ ഒരാൾ ശങ്കരപ്പിള്ളയാണ്. നിങ്ങളറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്കറിയാം. ആ കുഞ്ഞ് എവിടെയുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്റെ പൊന്നു കുഞ്ഞെ എനിക്കറിയില്ല. ശങ്കരപ്പിള്ളയാണിത് പറഞ്ഞതെന്ന് ഒറ്റ മനുഷ്യനറിയില്ല. പിന്നെ നിങ്ങൾ ഭയപ്പെടണം. പറയാ, കുഞ്ഞെവിടെയുണ്ട്? എവിടെ ഉണ്ടെന്നുള്ളത് ശങ്കരപ്പിള്ളയ്ക്ക് അറിയില്ല കുഞ്ഞെ. അറിയില്ലേ? ഈശ്വരൻ സാക്ഷി നിർത്തി ശങ്കരപ്പിള്ളയ്ക്ക് സത്യം ചെയ്യാമോ? അതൊരിക്കലും ഞാൻ ചെയ്യില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലേ? ശങ്കരപ്പിള്ളയെ സ്വന്തം മകളെ പോലെയല്ലേ നിങ്ങൾ അനുവിനെ സ്നേഹിക്കുന്നത്? ആ പാവം പെണ്ണ് മനസ്സ് നിറഞ്ഞു തിരിച്ചിട്ട് എത്ര നാളായെന്നറിയാമോ? കുഞ്ഞെ, ഇനിയും അവളെ വേദനിപ്പിക്കരുതെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ എന്നെങ്കിലും പറയൂ. എത്ര ചോദിച്ചാലും ശങ്കരപ്പിള്ള പറയില്ല. അമ്മാവ, എന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടോ? പറയൂ അമ്മാവ, എന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടോ? പറയൂ അമ്മാവ, എന്റെ കുഞ്ഞിനെ എനിക്ക് കാണിച്ചു തരൂ. എവിടെയുണ്ട് എന്റെ കുഞ്ഞ്? എന്റെ കുഞ്ഞ് എവിടെയുണ്ടെന്ന് പറയൂ. ശങ്കരപ്പിള്ള പറയില്ല അല്ലേ? ഇല്ല കുഞ്ഞെ, ഞാൻ പറയില്ല. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. അമ്മാവ, നീ വിഷമിക്കണ്ടല്ലോ. പറയാനുള്ള ആളുകൂടെ വേറെ ഉണ്ടല്ലോ. അച്ഛാ, എന്റെ കുഞ്ഞ് എവിടെ? എന്റെ കുഞ്ഞ് എവിടെയാണെന്നാ ചോദിച്ചത്. നിന്റെ കുഞ്ഞോ? മനസ്സിലായില്ലേ? ഡോക്ടർ മായാദേവിയുടെ നഴ്സിംഗ് ഹോമിൽ വെച്ച് അനു പ്രസവിച്ച കുഞ്ഞ് എവിടെയാണെന്നാണ് ചോദിച്ചത്. ഓ, ആ കുഞ്ഞോ? അത് മരിച്ചുപോയല്ലോ. ഇല്ല, മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്. ആ കുഞ്ഞ് എവിടെയാണെന്നുള്ളത് അമ്മാവൻ അറിയാം. അത് പറഞ്ഞേ തീരൂ. നിനക്കെന്താ ഭ്രാന്തുണ്ടോ മോഹൻ? ഇവളുടെ പ്രസവം ഒരു കോംപ്ലിക്കേറ്റഡ് സിസേറിയൻ ആയിരുന്നു. ഡോക്ടർ മായാദേവി ആ കുഞ്ഞിനെ കീറി മുറി... എന്താ അമ്മാവൻ നിർത്തിക്കളഞ്ഞത്? പറയണം. അനുവിന്റെ കുഞ്ഞിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഞാനല്ലേ ചേട്ടന്റെ കയ്യിലെടുത്തു തന്നത്? ഓഹോ, സംഘടിതമായിട്ടുള്ള ആക്രമണമാണല്ലേ? ഇതിൽ ആക്രമണമൊന്നുമില്ല. അനുവിന്റെ കുഞ്ഞ് എവിടെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഈശ്വരനെ വിചാരിച്ച്
എന്റെ കുഞ്ഞ് എവിടെയുണ്ടെന്ന് പറയൂ. എനിക്ക് എന്റെ കുഞ്ഞിനെ തരൂ അച്ഛാ. പറയൂ ചേട്ടാ, ഇനി എന്തിനാ അവളെ വേദനിപ്പിക്കുന്നത്? നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക നിവൃത്തിയുള്ളൂ. ആ കുഞ്ഞിനെ അന്ന് തന്നെ ഞാൻ കൊന്നുകളഞ്ഞു. ആ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് ഈ തറവാടിന്റെ അപമാനമാണ്, എന്റെ മകളുടെ ഭാവിക്ക് ദോഷമാണ്. അതുകൊണ്ട് ഈ കൈകൊണ്ട് തന്നെ ഞാൻ അതിനെ കൊന്നു. അമ്മാവ, ഇത്രയേറെ ഭയങ്കരനാവാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? ഞാനൊരച്ഛനാണ്. അച്ഛൻ? സ്വന്തം മകളുടെ കുഞ്ഞിനെ കൊന്ന നിങ്ങളാണോ അച്ഛൻ? നിങ്ങൾ കൊലപാതകയാണ്, പിശാചാണ്, പിശാച്. കൊല്ലൂ, ആ കൈ കൊണ്ട് എന്നെ കൂടി കൊല്ലൂ, കൊല്ലൂ, കൊല്ലൂ. എന്താ ചെയ്യുന്നത്? അച്ഛൻ എന്നെ കൂടി കൊല്ലട്ടെ. അമ്മ അനുവിനെ കാറിലേക്ക് കൊണ്ടുപോയിക്കോളൂ. എന്റെ കുഞ്ഞിനെ കൊന്ന ദ്രോഹിയാണ് നിങ്ങൾ. ഇനി നിങ്ങളുടെ മുഖത്ത് ഞാൻ നോക്കില്ല. അമ്മാവ, ഞാനും പോകുന്നു. പക്ഷെ ഞാൻ മടങ്ങി വരും. മടങ്ങി വരുന്നത് ആ കുട്ടിയെയും കൊണ്ടായിരിക്കും. മരിച്ചുപോയ ആ കുട്ടിയും കൊണ്ടോ? ഇല്ലമ്മാവ, മരിച്ചിട്ടില്ല. ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ അമ്മാവന്റെ മുമ്പിൽ നിർത്തും. ഈ വലിയ ഒഴിക്കൽ തറവാടിന്റെ അവകാശിയായി ഞാൻ അവനെ വളർത്തും. അന്ന് ഈ തറവാട് ഇവിടെ കാണില്ലടാ. സ്വന്തം മകളുടെ കുഞ്ഞു വളരുന്ന അവമാനമായി കരുതുന്ന നിങ്ങളെ പോലെയുള്ളവരുടെ തറവാട് ഇല്ലാതിരിക്കുന്നതാണ് അമ്മാവ നല്ലത്. ഇനി ഞാൻ അമ്മാവന്റെ മുന്നിൽ വരുന്നത് ആ കുട്ടിയെയും കൊണ്ടായിരിക്കും. ഗുഡ് ബൈ. ആന്റി, എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ആന്റി അച്ഛന് കൂട്ടു നിന്നല്ലോ. ആ കുഞ്ഞിനെ ഞാൻ വളർത്തിക്കൊള്ളാന്ന് ചേട്ടന്റെ കാല് പിടിച്ച് പറഞ്ഞതാണ് മോളെ. പക്ഷേ ചേട്ടൻ അതിന് സമ്മതിച്ചില്ല. അവന്റെ മുഖം ഒന്ന് എന്നെ കാണിച്ചിട്ട് അച്ഛന്റെ കൈ കൊടുക്കാമായിരുന്നല്ലോ ആന്റി. ആന്റിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കുമോളെ. ജീവിതത്തിൽ എന്നെങ്കിലും തിരുത്താൻ കഴിയാവുന്ന ഒരു തെറ്റാണോ ആന്റി ഇത്? എന്റെ സുരേഷ് പോയി, എന്റെ കുഞ്ഞിനെ അച്ഛൻ കൊന്നു. ഞാനിനി എന്തിനു ജീവിച്ചിരിക്കണോ ആന്റി? മോളെ, ഈശ്വരൻ പോലും ക്ഷമിക്കാത്ത ചിലതൊക്കെ നടന്നുപോയി. ദേവിയത് മോൾ അതൊക്കെ മറക്കണം. യെസ് മോഹൻ ഹിയർ. കുഞ്ഞാണ്, ഞാൻ ശങ്കരപ്പിള്ളിയാണ്. എന്താ ശങ്കരപ്പിള്ളേ? കുഞ്ഞെ, ഞാൻ പറയാൻ പോകുന്ന കാര്യം ഞാനും കുഞ്ഞുമല്ലാതെ ദൈവം പോലും അറിയരുത്. ഇല്ല ശങ്കരപ്പിള്ളേ, പറയൂ. അനുമോള് പ്രസവിച്ച കുഞ്ഞ് ഡ്രൈവർ കുമാരനുള്ള വീട്ടിലുണ്ട്. അങ്ങനെ കാറെടുത്ത് അങ്ങോട്ടാ പോയെന്ന് തോന്നുന്നു. വല്ല അവിവേകം കാണിക്കുന്നതിന് മുമ്പ് കുഞ്ഞു പോയി ആ കുട്ടിയെ രക്ഷിച്ച് അനുമോളുടെ കയ്യിൽ ഏൽപ്പിക്കണം. എവിടെ കുമാരപിള്ളയുടെ വീട്? ആ ആ ആ ആ പാലത്തിന്റെ അടുത്തുള്ള വീടാണ്. ഞാൻ ഉടനെ പോവാം. ചെറുക്കനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. 5-6 വർഷം അവന്റെ തീട്ടമൂത്രം വരെ ഞാനാ. അയ്യോ, എന്തോ ഒരു സ്നേഹം. ചൊവ്വേന്നേരം ഇത്ര കഞ്ഞിവെള്ളം നീ അവന് കൊടുത്തിട്ടുണ്ടോടി? എന്റെ മക്കൾ കൊടുത്തതിന്റെ വാക്ക് കൊടുത്തിട്ടുണ്ട്. എടീ, തമ്പി അദ്ദേഹം മാസാമാസം അവല് പോലെ അങ്ങോട്ട് കാശ് തരുന്നത്. അയ്യോ, ചുമ്മാതൊന്നും അല്ലല്ലോ, മോടെ മാനം കാക്കാൻ വേണ്ടിട്ട്
അതുകൊണ്ടാ തമ്പി അദ്ദേഹം കുലുവ തന്നത്. ചെറുക്കനെ ഇപ്പൊ കൊണ്ടുപോയി പറ്റൂ. 50,000 രൂപ ഇങ്ങോട്ട് വന്നാൽ എവിടെ വേണേലും നീ കൊണ്ടുപോയി. അവന്റെ കയ്യെന്ന് പറയേ. വിടില്ല. അമ്പയെ കാലമാണ് എവിടെങ്കിലും കൊണ്ടുപോയി ചുട്ടു നിന്നു. നാശം പിടിച്ചവനെ. ഏതാടോ ഈ കുട്ടി? ഇത് സത്യം പറയണം. തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ കുട്ടിയാ. എവിടെ കൊണ്ടുപോകുന്നവനെ? അദ്ദേഹം പറഞ്ഞതനുസരിച്ച് മദ്രാസിൽ ഒരു അനാഥാലയത്തിലാക്കാൻ. കഷ്ടം മോനെ, ഞാൻ നിന്റെ അമ്മാവനാണ്. നീ എന്നോട് വാ. നിനക്ക് ഞാൻ നല്ല ഉടുപ്പൊക്കെ വാങ്ങി തന്ന് നിന്റെ അമ്മയടുത്ത് ഉണ്ടാക്കാം. സാറേ, കുഞ്ഞിനെ തൊട്ടു പോകരുത്. തമ്പി അദ്ദേഹം. എടോ, തനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറണോ? കയറണമെന്ന് വേണ്ട. എന്നാ വീട്ടിൽ പോ. പവനെ. മോളെ, ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി കേസ് വന്നിട്ടുണ്ട്. ആന്റി പോയിട്ട് വരൂ ആന്റി. മോളൊന്ന് കിടന്നുറങ്ങ. ആന്റി ഇപ്പൊ വരാം. ആ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് ഈ തറവാട് അപമാനമാണ്. എന്റെ മകളുടെ ഭാവിക്ക് ദോഷമാണ്. അതുകൊണ്ട് ഈ കൈകൊണ്ട് തന്നെ ഞാൻ അതിനെ കൊന്നു. കൂടെ ഇറങ്ങുക. അതാണ് നിന്റെ അപ്പൂപ്പന്റെ വീട്, നിന്റെ അമ്മ ജനിച്ചു വളർന്ന വീട്. ഞാൻ പറഞ്ഞു തന്നതല്ല നിനക്ക് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. ആ മുൻവശത്തെ മുറിയിൽ മീശ വെച്ചൊരു വലിയ മനുഷ്യൻ ഇരിപ്പുണ്ട്. അയാളുടെ മുന്നിൽ ചെന്ന് ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചോദിക്കണം. ചോദിക്കാം. എനിക്ക് ധൈര്യമായിട്ട് ചെല്ലും. ഗുഡ് മോർണിംഗ് അപ്പൂപ്പ. ഗുഡ് മോർണിംഗ്. നീ? ഞാൻ അപ്പു. അപ്പോ നീ എന്തിനാ വന്നു? ഇത് എന്റെ വീടായതുകൊണ്ട്. എന്റെ അമ്മ എവിടെ? എനിക്ക് പാവ തന്ന എന്റെ അമ്മ. എന്നെ എന്തിനാ അപ്പൂപ്പ ആ വീട്ടിൽ കാണാൻ വരാൻ കൊണ്ടുപോയി വിട്ടത്? പേടിപ്പിക്കണ്ട, ഞാൻ പോകാൻ വന്നതല്ല. നിന്നെ ആരാണ് ഇവിടെ കൊണ്ടുവന്നത്? ഞാനാണ്. മകൾ പ്രസവിച്ച കുഞ്ഞിനെ കൊന്നു കളഞ്ഞു അല്ലേ? ഇവന്റെ മുഖത്തേക്കൊന്ന് നോക്കമ്മാവ. അമ്മാവനെ നെഞ്ചത്ത് കൈവച്ച് പറയാമോ ഇവൻ അനുവിന്റെ മകനല്ലെന്ന്? പെറ്റമ്മയുടെ ചൂടവനെ ഏറ്റിട്ടില്ല. ഒരു തുള്ളി മുലപ്പാലിന്റെ രുചി എന്താണെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. സ്നേഹം നിറഞ്ഞ ഒരു വാക്ക് പോലും അവൻ ഇന്നവരെ കേട്ടിട്ടില്ല. ഈ വീട്ടിൽ വളരേണ്ട ഇവനെ പട്ടിണിയിലേക്കും കഷ്ടപ്പാടിലേക്കും എന്തിന് വലിച്ചെറിഞ്ഞു? ഇത്രയേറെ ക്രൂരത കാണിക്കാൻ ഈ പാവപ്പെട്ട കുഞ്ഞ് നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു അമ്മാവ? എന്നോട് ക്ഷമിക്കൂ മോഹൻ. ഈ കുഞ്ഞിവിടെ വളർന്നാൽ കുടുംബത്തിന്റെ അന്തസ് നഷ്ടപ്പെട്ടു പോകുന്നു ഞാൻ കരുതി. അന്തസ്? ആ പാവം പെണ്ണ് 5 വർഷം മനസ്സ് നീറി ഇവിടെ കഴിഞ്ഞിട്ടും അന്തസ്സിന്റെ പേരിൽ അമ്മാവൻ അത് അവഗണിച്ചു. ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ട് അവൾ ഈ പടിയിറങ്ങിപ്പോയിട്ടും അമ്മാവൻ അനങ്ങിയില്ല.
രക്തബന്ധങ്ങൾക്ക് പോലും വില കൽപ്പിക്കാത്ത ഈ അന്തസ് കൊണ്ട് അമ്മാവൻ എന്ത് നേടി? ഇവരെ ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ വാക്ക് ഞാൻ നിറവേറ്റി. ഇനി അമ്മാവന്റെ അടുത്ത് ഇവനെ വിട്ടിട്ട് പോകാൻ എനിക്ക് ഭയമാണ്. അതുകൊണ്ട് ഇവനെ ഞാൻ കൊണ്ടുപോകും. അരുത് മോഹൻ, എന്റെ തെറ്റുകൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈ നിമിഷം മുതൽ ഇവൻ എന്റെ കൊച്ചുമോനാണ്. ഈ വീടിന്റെ അവകാശിയായി എന്റെ കൊച്ചുമോൻ. തമ്പി ഹിയർ. അനു പോയിസൺ ടാബ്ലറ്റ് കഴിച്ചു. സീരിയസ് ആണ് ചേട്ടാ. മൈ ഗോഡ്! ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുകയാണ്. ചേട്ടൻ ഉടനെ ഇവിടെ വരണം. എന്താ മാവ? എന്റെ മോൾ വിഷം കഴിച്ചു മോഹൻ, എന്റെ മോൾ വിഷം കഴിച്ചു. വരൂ. എന്റെ മോളെ. ചേട്ടാ, ദയവേത് കരഞ്ഞ് ബഹളം ഉണ്ടാക്കരുത്. അമ്മ എന്താ ഉണ്ടായത്? ഒരു എമർജൻസി കേസ് ഉണ്ടായിരുന്ന കാരണം ഞാൻ അവളോട് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോന്നു. അതിനിടയിൽ വീട്ടിലുണ്ടായിരുന്ന ഫെനോബാക്ടീരിയം ടാബ്ലറ്റ്സ് എടുത്ത് അവൾ കഴിച്ചു. അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ അവൾ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുകയായിരുന്നു. പൾസ് എങ്ങനെ ഇരിക്കുന്നമ്മേ? വളരെ വീക്കാണ്. ഐ ഡോണ്ട് തിങ്ക് ഷീ വിൽ സർവൈവ്. Sister, get a Coramin injection. Quick. യെസ് ഡോക്ടർ. Anu. 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 സുരേഷ് പോയി. എന്റെ കുഞ്ഞിനെ അച്ഛൻ കൊന്നു. ഞാനിനി എന്തിനു ജീവിച്ചിരിക്കണം? എന്റെ അപ്പുക്കുട്ട, മോന്റെ അമ്മയാണ്. നിനക്ക് പാവ തന്ന എന്റെ അമ്മ. ഇനി നീ വിളിച്ചാൽ മാത്രമേ അവൾ വിളി കേൾക്കൂ. അടുത്ത് അമ്മയെ വിളിക്ക്. ചെല്ലുമോനെ.
വിളിക്കുമോനെ, അമ്മേ വിളിക്കുമോനെ. അമ്മേ 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 അമ്മയുടെ അപ്പുകുട്ടനാണ് അമ്മ വിളിക്കുന്നത്. കണ്ണു തുറക്കമ്മേ. അമ്മേ കണ്ണു തുറന്ന് എന്നെ ഒന്ന് നോക്കമ്മേ. അമ്മേ അമ്മേ അനു, ഇതാണ് നിന്റെ മോൻ അപ്പുക്കുട്ടൻ. അമ്മേ